നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. അധികൃതരുടെ അനാസ്ഥ കെണിവെച്ച് ഒരു കുഞ്ഞിനെ കൊലപ്പെടുത്തുകയായിരുന്നു. കേവലം 13 വയസ്സ് മാത്രം പ്രായമുള്ള അരുമയായ ഒരു കുഞ്ഞ്, 8ാം ക്ലാസ് വിദ്യാർത്ഥി. എല്ലാ കുട്ടികളെയും പോലെ മിഥുനും ഇന്ന് രാവിലെ സ്കൂളിൽ പോയതാണ്. അവൻ്റെ അച്ഛനും അമ്മയും അമ്മുമ്മയും അപ്പൂപ്പനുമെല്ലാം അവൻ വൈകിട്ട് മടങ്ങി വരുന്നതും കാത്തിരുന്നിട്ടുണ്ടാവും. എല്ലാ അച്ഛനമ്മമാരെയും പോലെ മിഥുൻ്റെ അച്ഛനമ്മമാർക്കും അവനെക്കുറിച്ച് വലിയ സ്വപ്നങ്ങളുണ്ടായിരിക്കും. അവരുടെ മുന്നിലേക്ക്, ആ വീട്ടിലേക്ക് ഇനി മടങ്ങിയെത്തുക ചേതനയേറ്റ ആ കുഞ്ഞു ശരീരമാകും. സ്കൂളിനോട് ചേർന്ന സൈക്കിൾ ഷെഡിൻ്റെ മുകളിലേക്ക് ചെരുപ്പെടുക്കാൻ കയറിയതാണ്. ഷെഡിന് തൊട്ട് മുകളിലൂടെ പോയ കറണ്ട് കമ്പിയിൽ തട്ടി അവൻ പിടഞ്ഞു വീണു മരിച്ചു. കുഞ്ഞുങ്ങൾ പഠിക്കുന്നൊരു സ്കൂളിൽ ഇത്ര അപകടകരമായ കറണ്ട് കമ്പികൾ കടന്നുപോയത് ഇതുവരെ ആരും കണ്ടില്ലെന്നൊന്നും പറയാനാവില്ല. ഇതിലൊരു അപകടം തിരിച്ചറിയാൻ ഏതൊരാളിനും കഴിയും. ആ സ്കൂളിൽ അധ്യാപകരുണ്ട്, പ്രിൻസിപ്പലുണ്ട്, മാനേജ്മെൻറ്റുണ്ട്, PTA ഉണ്ട്, സ്കൂളിൻ്റെ ചുമതലയുള്ള ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളൊക്കെയുണ്ട്. അപകടകരമായി കറണ്ട് കമ്പി പോകുന്നത് അറിയാവുന്ന വൈദ്യുതി വകുപ്പിലെ ജീവനക്കാരുമുണ്ടാകും. ഈ അപകടം ഒഴിവാക്കാൻ ഇവർക്കെല്ലാം കഴിയുമായിരുന്നു. ഇവരുടെ അനാസ്ഥയുടെ പേരിൽ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടിയിരുന്നില്ല. നമ്മുടെ സിസ്റ്റത്തിന് എവിടെയോ കുഴപ്പമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ അപകടം. ഈ കുഞ്ഞിൻ്റെ ജീവനെടുത്തതിന് ആരാണ് ഉത്തരവാദി? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി പരിശോധിക്കുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കിള്ളിപ്പാലത്ത് നിന്നും മഹിയാണ് ആദ്യ പ്രേക്ഷകനെ. ശ്രീ മഹി, അത്യന്തം വേദനാജനകമായ ഒരു വാർത്തയാണ് ഇന്ന് നമുക്ക് ഈ പൊതുവേദിയിലടക്കം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഒരു സ്കൂളിൻ്റെ കെട്ടിടത്തോട് ചേർന്ന ഒരു ഷെഡിന് മുകളിൽ ആ കറണ്ട് കമ്പി പോകുന്നത് കണ്ടാൽ ഏത് മനുഷ്യനും അറിയാം, ആ കുഞ്ഞ് ഒന്ന് എത്തിപ്പോലും പിടിക്കാനുള്ളതല്ല, അതിലേക്ക് വീഴുകയാണ്, കമ്പിയുടെ പുറത്തേക്ക് വീഴുകയാണ്. കുട്ടികളിങ്ങനെ കയറരുതെന്ന് പറയുന്ന സ്ഥലത്തൊക്കെ കയറുകയും ഒക്കെ ചെയ്യും. അത് തിരിച്ചറിയേണ്ടത് അധികൃതരാണ്. അവിടെ മാനേജ്മെൻ്റ് ഉണ്ട്, സ്കൂളിന് അധികാരികളുണ്ട്, മറ്റ് PTA ഉണ്ട്, വൈദ്യുതി വകുപ്പുണ്ട്, വിദ്യാഭ്യാസ വകുപ്പിൽ ഉദ്യോഗസ്ഥരുണ്ട്. ഇവരെല്ലാം ഉണ്ട്. എന്നിട്ടും ഒന്നും ഇവരാരും ഇതുവരെ ഇത് തിരിച്ചറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ എത്രയോ കഷ്ടമാണ്. ഒരു കുഞ്ഞിൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ട അവസ്ഥ. ഇതിനാരാണ് ഉത്തരവാദി? അതെ സാറേ, വലിയ ദുഃഖമുണ്ട്, വലിയ സങ്കടമുണ്ട്. സങ്കടത്തോട് പറയാനാണ്, വലിയ സങ്കടമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, ഇത് രാഷ്ട്രീയമായി ചെറുക്കല്ലേ, സംഭവിച്ചു പോയി. പറ്റാത്ത കാര്യമാണ് സംഭവിച്ചു പോയി. അത് വലിയൊരു ദുഃഖമുണ്ട്. പക്ഷെ രാഷ്ട്രീയം കാണിക്കല്ലേ. ഈ കോൺഗ്രസ് BJP എത്ര തെരഞ്ഞെടുപ്പിങ്ങനെ കാണിക്കുക. ഗവൺമെന്റ് എല്ലാ സഹായം ചെയ്യാന്ന് പറഞ്ഞു. അത് അങ്ങനെയൊന്നും പറയുന്നതുകൊണ്ട് കാര്യമില്ല. ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അതിന് ആര് വീഴ്ച വന്നു കഴിഞ്ഞാലും രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതികരിക്കും. അവർ രാഷ്ട്രീയമായിട്ടൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അതിനപ്പുറത്തേക്ക് പരിശോധിക്കേണ്ടത്, ഇങ്ങനെ ഒരു കറണ്ട് കമ്പി അതിലേക്കൂടെ പോകുമ്പോൾ അത് തട്ടി കുഞ്ഞുങ്ങൾക്ക് മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് ആ സ്കൂളിൻ്റെ അധികൃതർ, മാനേജ്മെൻറ്റ്, അവിടെ വരുന്ന PTA, പഞ്ചായത്ത് മെമ്പർമാർ, എത്രയോ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടാവും. ഈ വൈദ്യുതി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ, ഇവരൊന്നും കണ്ടില്ലേ ഇതുവരെ? അതല്ലേ പ്രധാനം. അതായത് രാഷ്ട്രീയമായി പറഞ്ഞില്ലയോ എന്നുള്ളതല്ലല്ലോ പ്രശ്നം. അവിടെ രാഷ്ട്രീയം കാണരുത് എന്ന് പറയുന്നതിൽ എന്താണ് കാര്യം? വലിയ സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. അതിനേക്കാൾ വലിയ ദുഃഖത്തിൽ മഹി പറയുന്നത് രാഷ്ട്രീയമായി എടുത്തു എന്നുള്ളതല്ലേ? അതല്ലല്ലോ വിഷയം. അങ്ങനെ രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കും. തെറ്റായ സമരം ചെയ്യില്ല അവർ. അങ്ങനെയൊന്നുമില്ല മഹി, അങ്ങനെയൊന്നും പറയരുത്. ഇങ്ങനെ ഒരു അവസരത്തിൽ ആളുകളൊക്കെ പ്രതിഷേധിക്കും. കയ്യിലെ വീഴ്ച ഉണ്ടായെങ്കിൽ ആ വീഴ്ച പരിഹരിക്കാണ് വേണ്ടത്. ശരി മഹി, ഓക്കെ. താങ്കൾക്ക് ഇപ്പോഴും അതിനകത്തൊക്കെ രാഷ്ട്രീയം കാണാനാണ് പലർക്കും ഇഷ്ടം. ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, എന്തു പറഞ്ഞാലും ആ കുഞ്ഞിന്, ഒരു 10-13 വയസ്സ് മാത്രമുള്ള ഒരു കുഞ്ഞിന്, 8ാം ക്ലാസ്സുകാരന്, അവനോട് ഇപ്പോൾ സ്കൂളിൻ്റെ മേൽപ്പുരയിൽ കയറരുത്, മറ്റിടത്ത് കയറരുതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടികളും കേൾക്കില്ല. ഒരു കാലത്തെ കുട്ടികളും അതൊന്നും കേട്ടിട്ടില്ല. അവരൊക്കെ അങ്ങനെ കുട്ടികളാണ്. ആ കുഞ്ഞുങ്ങൾ അതൊക്കെ പലതും ചെയ്യും. അപ്പോൾ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിൽ ഇങ്ങനെ ഒരു വൈദ്യുതി ലൈൻ അതിൻ്റെ തൊട്ട് കീഴിൽ കൂടെ പോകുമ്പോൾ അത് മാറ്റിക്കെട്ടാനുള്ളൊരു സാമാന്യ ഉത്തരവാദിത്വം ആ സ്കൂളിനോ അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പിനോ ഇവർക്കൊക്കെ ഉണ്ടാവേണ്ടതല്ലേ? ശ്രീ കണ്ണൻ, കേൾക്കാമോ? ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. നിങ്ങൾ ആദ്യം പറഞ്ഞ കുറെ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ്, മാനേജ്മെന്റ്, പിന്നെ വിദ്യാഭ്യാസ വകുപ്പ്, അങ്ങനെ എല്ലാ വകുപ്പുകളെയും പറഞ്ഞു. ഈ എല്ലാ വകുപ്പുകളും ഇത്രയും കാലം ആ കുട്ടി ആദ്യമായിട്ട് ആ കുട്ടിന്റെ ദുഃഖത്തിൽ, അതായത് അത് മരിച്ച ദുഃഖത്തിൽ അതിന്റെ അമ്മയും അച്ഛനും ഒക്കെ എന്തുമാത്രം ദുഃഖിക്കുന്നു. നമ്മളും അതിൽ പങ്കുചേരുന്നുണ്ട്. അത് പറഞ്ഞിട്ടാ പറയുന്നത്. ഇവരാണ് ഇതിന്റെ ഉത്തരവാദി. ഇത്രയും ആൾക്കാർ, അത് ഈ പറഞ്ഞ 5-6 പേര്.
അതല്ലെങ്കിൽ സാറ് പറയും. അത് അവർ ഇത്രയും കാലം കണ്ടില്ലേ? ആ കുട്ടീൻ്റെ മരണം കഴിയുന്നവരെ 13 വയസ്സായ കുട്ടി, ഒരാൺകുട്ടി മരിച്ചപ്പോൾ ഇതുവരെ അവർ കണ്ടില്ല. എന്നിട്ട് അത് മാറ്റേണ്ട ഉത്തരവാദിത്തം മാനേജ്മെന്റിനില്ലേ, പിന്നെ ഹെഡ് മാസ്റ്റർക്കില്ലേ, പിന്നെ PTA ഇല്ലേ? ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ നടക്കണത്? ഇത്രയും ഞാൻ മറ്റിന്റെ ആളാന്നും പറഞ്ഞാണ്ട് അതിന്റെ ഉത്തരവാദിത്തം അവർക്കാണ്. പക്ഷെ ഈ ഉത്തരവാദിത്തം അവർക്ക് അതിന് വേണ്ട ശിക്ഷ കൊടുക്കുകന്നെ ചെയ്യണം. പിന്നെ ഒന്നും കൂടി പറയാണ്ട്, പിന്നെ ഇപ്പൊ മുമ്പത്തെ പ്രേക്ഷകൻ പറഞ്ഞ മുമ്പത്തെ ആള് പറഞ്ഞ മാതിരി ഇത് ഒരു ഏത് കിട്ടാൻ നിൽക്കുക അപ്പൊ അപ്പുറത്തുള്ളവർക്ക് വലിയൊരു ഏതുമായി. അപ്പൊ പോലെ ഇപ്പൊ അതിന് ഇംഗ്ലാവ് ഉണ്ടാക്കുക, ഇനി അതിനൊരു തല്ലും പൊടിയൊക്കെ ഉണ്ടാക്കണം, ഇനി അതിനവിടെ പോലീസ് വരണം, ഇനി അതിനെ അത് അങ്ങോട്ടാക്കണം എന്ന് പറഞ്ഞെടുക്കണം. അപ്പോ ഓരോ ദിവസത്തിനും ഓരോന്നുണ്ടാകുക. ഈ ഉണ്ടാടിനെ പറ്റിയല്ല പറഞ്ഞത്, ഉണ്ടായിന് മറ്റുള്ളവരുണ്ടാക്കുകയാണ്. അതൊക്കെ ഒരു വലിയ തെറ്റുള്ളതാണ്. അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട് നിന്നും. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇത് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിനെ കെണിവെച്ച് പിടിച്ചു കൊന്നതാണ് എന്ന് പറയേണ്ടി വരും. ഇത്രത്തോളം അപകടകരമായ അവസ്ഥയിലേക്ക് ഒരു വൈദ്യുതി കമ്പി ഒരു സ്കൂളിൻ്റെ ആ ഷെഡിന് മുകളിലേക്ക് ഇറങ്ങാൻ കുഞ്ഞുങ്ങൾക്ക് പോലും ഇറങ്ങാൻ കഴിയുന്ന ഒരു സ്ഥലം, അവിടെ ഇറങ്ങിയാൽ കുട്ടികളൊക്കെ അറിയാതെ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റേണ്ട ഉത്തരവാദിത്തം എത്രയോ കാലമായി ഇതിങ്ങനെ കിടക്കുകയാണെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരങ്ങൾ. എനിക്കറിയില്ല, ഇപ്പോൾ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് കുറേ കാലമായി ഈ കമ്പി ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് അത് മാറ്റാനുള്ള ഉത്തരവാദികൾ ആരും, ആ സ്കൂളിൻ്റെ അധികൃതരായിക്കോട്ടെ, മാനേജ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വൈദ്യുതി വകുപ്പ് ആയിക്കോട്ടെ, ഇവരാരും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്താണ് പറയേണ്ടത്? സാധാരണയായിട്ടുള്ള ഒരു കക്ഷി, ഒരു പാർട്ടി അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഉള്ളത് തന്നെ വേണ്ട, വിവരമില്ലാത്ത ഒരാളായിക്കോട്ടെ ഇതേപോലെ ഇത്രയും താഴ്ന്ന് ഒരു സ്വന്തം വീട്ടിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു ഷെഡിന്റെ പുറത്തോ ഒരു ലൈൻ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം അതിൽ കേബിളെങ്കിലും ഇട്ട് സംരക്ഷണം ഒരുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഞങ്ങളെയൊക്കെ ഇവിടെയൊക്കെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ വീടുമായിട്ട് കുറച്ച് അകലത്തൂടെ പോകുന്നതാണെന്നുണ്ടെങ്കിലും അതിന്റെ മെയിനായിട്ടുള്ള ലൈനിൽ 1-2 ലൈനിൽ കേബിൾ ഇടും. കേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചാലും അതിൽ കണ്ടടിക്കാറില്ല. ഏറ്റവും അമ്പലങ്ങളില്, ക്ഷേത്രങ്ങളില്, പള്ളികളില് അതിന്റെ ആ ഭാഗത്തൂടെ ടച്ച് ചെയ്ത് പോകുന്ന ലൈനുകളിൽ മുഴുവൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് മരങ്ങള് കിടക്കുന്ന സ്ഥലങ്ങളിലും കേബിളാണ് ഇട്ട് പോകുന്നത്. നമ്മളതിൽ പിടിച്ചാലും കണ്ടടിക്കില്ല, കാര്യം അതിന്റെ മേലെ കൂടെ കവർ ചെയ്ത് പോകുന്ന പ്ലാസ്റ്റിക്കാണ്. ഇത് സ്കൂളിലെന്ന് പറഞ്ഞാൽ എല്ലാ സ്കൂളിലും തൊട്ടടുത്ത് കൂടെ ലൈൻ പോയിട്ടുണ്ടെങ്കിൽ അതിൽ കേബിളാണ് ഇടുന്നത് അവർ ചെയ്യാനുള്ളത്. അതിന്റെ അടിയിൽ കൊണ്ടുവന്ന് പോരെങ്കിൽ ഒരു ഷെഡ് കൂടെ, ഇരുമ്പ് ഷെഡ് കൊണ്ടുവന്ന് കെട്ടിക്കൊടുത്ത് കുട്ടികളാണ്. സാറിനറിയാമോ, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിന്റെ മുകളിലത്തെ വാട്ടർ ടാങ്കിനകത്ത് ഞാൻ പെട്ടുപോയി. ഞങ്ങൾ കളിച്ചോണ്ടിരുന്ന കൂട്ടത്തില് വെള്ളം കുറവായിരുന്നു, ഞാൻ അതിനകത്തെടുത്ത് ചാടി. പക്ഷെ ഞാൻ വിചാരിച്ച കണക്കല്ല, എനിക്ക് തിരിച്ചു കയറാൻ പറ്റിയില്ല. ഞാൻ അവിടെ കിടന്ന് നിലവിളിച്ച് എന്റെ കട്ടയം വിടം മുടങ്ങി. അവസാനം അതുവഴി 2 മണിക്ക് കളിക്കാൻ പോയിട്ട് വന്ന 2 ചേട്ടന്മാരാണ് എന്നെ തോർത്തിട്ട് എന്നെ തൂക്കി ഇഞ്ഞ് മേലെ കയറ്റി അവർ അടിയും തന്ന് ഓടിച്ച്. നമ്മൾ ആ പ്രായത്തിൽ ചെയ്തെന്താ, ഞാൻ എത്രയെങ്കിലും ദിവസം ഉറക്കത്തിൽ രാത്രി കിടന്ന് നിലവിളിച്ചിട്ടുണ്ട് പേടിച്ച്. കാരണം അന്ന് ചെയ്തത് ഇപ്പോഴും ഞാൻ ആലോചിച്ച് അന്തം വിട്ടു പോകും. ഞാൻ അന്ന് അവര് മോട്ടർ അങ്ങനെ ഓൺ ചെയ്ത് വെള്ളം അടിച്ചിരുന്നെങ്കിൽ ഞാൻ അതിനകത്ത് കിടന്ന് മുങ്ങി. എന്റെ കൂടെ നമ്മാർ ഓടിക്കളഞ്ഞ്, എന്റെ കൂടെ കളിക്കാൻ ഉണ്ടായിരുന്നവന്മാർ അന്തം വിട്ട് ഓടിക്കളഞ്ഞ്. അവര് പോയി കഷ്ടകാലത്തിന് പോയി സാറിനെ വിളിച്ചോണ്ട് വന്ന്, സാറിന്റെ കയ്യിൽ നിന്ന് വേറെയും കിട്ടി, പിന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് വേറെ. ഇതെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ കുട്ടികളടുത്ത് ആര് പറഞ്ഞാലും അവര് കൂട്ടുകാരന്മാര് പറയും കയറലെന്ന് പറഞ്ഞാൽ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാന്നുള്ള ആ ഒരു ഇതില് കുട്ടി കയറി പോകുന്നതാണ്. പ്രായം അതാണ്. ഇത് പക്വതയില്ലാത്ത അവിടുത്തെ സാറന്മാരായാലും PTA ആയാലും ആരായാലും ഇത്രയ്ക്ക് വിവരമില്ലേ അവർക്ക്? ഒരു ശ്രീ അനിയൻകുട്ടനാണ് ചേരുന്നത് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, അത്യന്തം ദാരുണമായ ഒരു മരണം, ഇങ്ങനെ ഒരു അപകടം മുന്നിൽ എത്രയോ കാലമായി നിൽക്കുകയാണ്. ഇന്ന് പാവപ്പെട്ട ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥുൻ എന്ന കുട്ടി അതിൽ പെട്ട് മരണപ്പെടേണ്ടി വന്നു. അല്ലെങ്കിൽ മറ്റൊരു കുട്ടി അവിടെ പെട്ടേനെ എന്തായാലും. അത് എന്നിട്ടും ഇവർ ഇത്രയൊക്കെ അപകടകരമായ അവസ്ഥയിൽ ഈ ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുന്ന കണ്ടിട്ടും അതൊന്ന് മാറ്റണമെന്ന് ആർക്കും തോന്നാതിരുന്നത് എന്തുകൊണ്ടാവും? നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഇത് ഇന്നത് ഞാൻ വീട്ടിൽ വന്ന് കാണുന്നത്, TV നോക്കുന്നത് ഇതാണ് കാണുന്നത്. വലിയൊരു പ്രയാസമായിപ്പോയി. ഒരു അനീതിയുടെ ഒരു ഇരയായി ആ കുട്ടി മാറിയെന്നുള്ളതാണ്. സ്വന്തം കൂട്ടുകാരൻ്റെ ചെരുപ്പെടുത്ത് കൊടുക്കാനാണ് കയറിയത്. പക്ഷെ ഇങ്ങനെ സംഭവിക്കുന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ഇത് അനധികൃത ഇവരെ ഒരു സ്കൂൾ മാനേജ്മെന്റിന്റെയും പഞ്ചായത്തിന്റെ എല്ലാവരെയും ഇപ്പം കേരളത്തിലൊരു കാര്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും കുറ്റമേ പറയാൻ കാണുള്ളൂ. മന്ത്രിമാരും പോലെ താഴോട്ട് എല്ലാവരും കുറ്റം പറയാൻ കാണും. പക്ഷെ ഇത് എല്ലായിടത്തും എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ കൊണ്ട് സംഭവിക്കണമെന്ന് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇത് 2 ദിവസം കഴിഞ്ഞ് ഇത് കെട്ടിറങ്ങിപ്പോവും.
ഇതുപോലുള്ള നമ്മുടെ സ്കൂളുകളെല്ലാം എല്ലായിടത്തും ഞങ്ങളുടെ അടുത്ത് തന്നെ സ്കൂളുണ്ട്, അതൊക്കെ ഇടിഞ്ഞ് പറഞ്ഞ് എപ്പോഴും സമയം വീണെന്ന് അറിയാൻ പറ്റുകയില്ല. നമ്പർ 1 കേരളത്തിലാണ് ഇതെല്ലാം നടക്കുന്നത്. ഇങ്ങനെയുള്ള സ്കൂളുകളും ആശുപത്രികളും ഉള്ള സർക്കാർ ഓഫീസുകളും വല്ല വീടാണെങ്കിലും ആരെയാണല്ലോ ജീവനും കുത്തിനും വില കൊടുക്കണ്ടേ? അവർക്കൊക്കെ സംരക്ഷണം കൊടുത്തില്ലേ പിന്നെ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്? ഇതിനൊക്കെ സംരക്ഷണം. ജോജി ജോർജാണ് കോട്ടയത്ത് നിന്ന് ചേരുന്നത്. ജോജി ജോർജ് ചേരുന്നതിന് മുമ്പ് നമുക്ക് ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഷാജി ഭാസ്കരൻ അത്യന്തം വേദനാകരമായ സംഭവം എന്ന് പറയുന്നു. വൈ ദേ ആർ ബ്ലെയിമിംഗ് ഗവൺമെൻറ് ഫോർ കിഡ്സ് അൺസേഫ്റ്റി മൂമെൻറ്റ്സ് എന്ന് ഷിജു കിരിയത്ത് ചോദിക്കുന്നു. ശ്രീ ഷിജു കിരിയത്ത്, കുട്ടികളുടെ സുരക്ഷിതമില്ലാത്ത നീക്കങ്ങൾ എന്നൊക്കെ എങ്ങനെയാണ് താങ്കൾ പറയുന്നത്? ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ 12-13 വയസ്സ് പ്രായം മാത്രമുള്ള കുട്ടികളാണ്. ആ കുട്ടികൾ അങ്ങനെ പലതും കാണിക്കും, പല കുരുത്തക്കേടുകളും ഒക്കെ കാണിച്ചു തന്നെയാണ് ഞാനും നിങ്ങളും എനിക്ക് മുമ്പും ശേഷവുമുള്ള തലമുറയൊക്കെ വളർന്നു വരുന്നത്. ആ പ്രായത്തിലെ കുട്ടികളോട് അവർക്ക് നടന്നു എന്നാൽ കൈയെത്തുന്ന ദൂരത്ത് ഒരു വൈദ്യുതി ലൈൻ കടന്നു പോകുമ്പോൾ അതിനെ മാറ്റി സ്ഥാപിക്കേണ്ട, അല്ലെങ്കിൽ അത്തരം ഒരു കൂര അവിടെ കെട്ടാതിരിക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരല്ലേ? എന്നിട്ട് കുട്ടികൾ ഇതെല്ലാം അനുസരിച്ചോണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് കുട്ടികളല്ലേ, അതുകൊണ്ടല്ലേ അവരെ മുതിർന്ന പൗരന്മാരായി കാണാത്തതും കുട്ടികളായി കാണുന്നതും. അവരോട് എത്ര പറഞ്ഞു കൊടുത്താലും, നമ്മുടെ വീട്ടിലെ കുട്ടിയായാലും ഏത് കുട്ടിയായാലും എത്ര പറഞ്ഞു കൊടുത്താലും കുട്ടികൾ ഇനി പോട്ടെ, നമ്മളെല്ലാവരും ചെറുപ്പകാലത്ത് തന്നെ ഇങ്ങനെ അച്ഛനും അമ്മയും അധ്യാപകരും പറയുന്നതെല്ലാം കേട്ട് അവിടെ പോകാമെന്ന് പറയുന്നിടത്തെല്ലാം പോകാതിരിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല, കുട്ടികൾ അങ്ങനെയൊക്കെ പോവും. ആ അപകട സാധ്യത കണ്ട് തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട മുതിർന്ന ആളുകളാണ്, അവരുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അല്ലാതെ കുട്ടിയുടെ പുറത്തേക്ക് അല്ലെങ്കിൽ കുട്ടിയുടെ വീഴ്ചയാണെന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. ശ്രീ ഷിജു കുര്യത്ത്. ശ്രീ ഹനീഫ പറയുന്നു, വൈദ്യുതി ഇല്ലാതാക്കി പഴയ കാലത്തേക്ക് പോയി ജീവൻ രക്ഷിക്കുക, പുരോഗമനം ഇല്ലെങ്കിലും ജീവൻ കിട്ടും എന്ന് പറയുന്നു. ഹനീഫ, ഈ അപകടകരമായ സന്ദർഭത്തിലായതുകൊണ്ട് എനിക്ക് അത് താങ്കളോട് ക്ഷുഭിതനായി പറയാൻ കഴിയാത്തതിൽ എനിക്ക് വേദന തോന്നുന്നുണ്ട്. ഇത്തരം ഏതോ പ്രാകൃത ലോകത്ത് ജീവിക്കുന്ന മട്ടിലുള്ള അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് ശ്രീ ഹനീഫ പറയരുത്. രഘുനന്ദനൻ പറയുന്നു, KSEBയുടെ ഭാഗത്തും സ്കൂൾ അധികൃതരുടെ ഭാഗത്തും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് പറയുന്നു. വൈദ്യുതി ഉണ്ടായി നമ്മൾ ജീവിക്കാൻ തുടങ്ങി പതിറ്റാണ്ടുകളായുള്ള അതിൻ്റെ ആവശ്യമില്ല, പുരോഗമനമല്ല, ജീവനാണ് വലുതെന്ന് ഹനീഫ പറയുന്നു. ഹനീഫ, ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അടിസ്ഥാനപരമായി ഈ പുരോഗമനമൊക്കെ ഉണ്ടതുകൊണ്ടാണ്, വൈദ്യുതിയൊക്കെ വന്നുകൊണ്ടാണ് മനുഷ്യന് കൂടുതൽ കാലം ജീവിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മറ്റ് വൈദ്യശാസ്ത്രത്തിൻ്റെ പുരോഗതി ഉള്ളതുകൊണ്ടാണ് കൂടുതൽ കാലം ജീവിക്കാൻ കഴിഞ്ഞിരുന്നത്. ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് പോലും 75 വർഷങ്ങൾക്ക് മുമ്പ് പോലും ഇന്ത്യയിലെ ശരാശരി ആയുസ് 50 വയസ്സിൽ താഴെയായിരുന്നു. 44-45 വയസ്സായിരുന്നു. ഇന്ന് അത് 75-80 വയസ്സായെങ്കിൽ അത് ഈ ആധുനിക സൗകര്യങ്ങൾ കൊണ്ടാണ്. അല്ലാതെ പ്രാകൃതമായ കാലത്ത് മനോഹരമായിരുന്നു എന്നോ അങ്ങനെ ഒരു മനോഹരമായ കാലമൊന്നുമില്ല. ഇപ്പോഴത്തേക്കാൾ ഒട്ടും മനോഹരമായിരുന്നില്ല പ്രാകൃത കാലങ്ങൾ എന്നുകൂടി താങ്കൾ ചരിത്രം വായിച്ച് തിരിച്ചറിയുക. അല്ലാതെ പണ്ടുണ്ട് ഇത് വൈദ്യുതി ഉള്ളതാണ് അപകടം എന്നൊക്കെ പറയുന്നത് വിവരക്കേടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ ഹനീഫ. സുനിൽകുമാർ, വൈദ്യുതി ലൈൻ പഴയതും ഈ ഷെഡ് പുതിയതുമായതുകൊണ്ടും ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം സ്കൂൾ മാനേജ്മെൻറ്റാണ്. ലൈൻ മാറ്റിക്കാതിരുന്ന വലിയ തെറ്റ്, നഷ്ടം കുടുംബത്തിന് മാത്രം. അത് കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. ആ കെട്ടിടം പഴയതാണ്, പക്ഷേ ഈ മുന്നിലെ ആ ഷെഡ്, സൈക്കിൾ സ്കൂട്ടറുകളൊക്കെ വെക്കാനുള്ള ഷെഡ് പുതിയതാണെന്ന് തോന്നുന്നു. നമുക്ക് കൃത്യമായി അതിനെക്കുറിച്ച് അറിയില്ല. എന്തായാലും സ്കൂൾ മാനേജിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. ഇനി പുതിയതായാലും പഴയതായാലും ഇങ്ങനൊരു ഷെഡ് കെട്ടിയാൽ അതിൻ്റെ പുറത്തേക്ക് കുട്ടികൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നും അതിലിറങ്ങിയാൽ കുട്ടികൾ അതിൽ തട്ടിയാൽ മരണം സംഭവിക്കാമെന്നൊക്കെ തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി ആ മാനേജ്മെൻറ്റിന് ഉണ്ടാവണമായിരുന്നു. ഹനീഫ വീണ്ടും ഈ മിക്സിക്ക് പകരം അമ്മിക്കല്ല് എന്നൊക്കെ പറഞ്ഞുള്ള യുഗത്തിൽ നിൽക്കുകയാണ്. ഹനീഫ, ഈ യൂട്യൂബ് ഉപയോഗം കൂടി താങ്കളങ്ങ് നിർത്തണം കേട്ടോ. താങ്കൾ ഈ ഫോണും യൂട്യൂബൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ പുതിയ കാലത്തിലെ കണ്ടുപിടുത്തങ്ങളാണ്. അതുകൊണ്ട് താങ്കൾ ഈ പഴയ രീതിയിൽ തന്നെ ജീവിച്ചാൽ മതി. ഈ നാട്ടിൽ ഇതൊക്കെ കാണാൻ സാമാന്യബോധമുള്ള ആരുമില്ലായിരുന്നു. PTA, മാനേജ്മെൻറ്റ്, വാർഡ് മെമ്പർ, MLA എക്സെട്ര എല്ലാവർക്കും വോട്ട് മാത്രം മതി, ആ സമയത്ത് വിളിച്ചുകൊണ്ട് വരും എന്ന് സുനിൽകുമാർ പറയുന്നത്. അത് ശരിയാണ്. ആ സ്കൂളിനുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടുത്തെ അധ്യാപകരായാലും ഇനി അവിടുത്തെ രക്ഷാകർത്താക്കളടക്കം അടങ്ങുന്ന PTA ആയാലും അവിടുത്തെ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായാലും അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആയാലും അവിടുത്തെ വാർഡ് മെമ്പർമാരായാലും എല്ലാവരും ഇതെല്ലാം ഒരിക്കലെങ്കിലും കണ്ടായി, വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും ഒരിക്കലെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ചറിയില്ല ഇങ്ങനെ ഒരു അപകടം മുന്നിലുണ്ട് എന്നുള്ളത്. നമസ്കാരം സാർ, മാനേജ്മെൻറ്റും KSEBയും അൺഫിറ്റായ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുത്തതും ഇതുപോലെ കുറ്റക്കാരാണ് എന്ന് പറയുന്നു. കിള്ളിപ്പാലം മഹിയുടെ പ്രതികരണത്തിൽ ലജ്ജിക്കുന്നു, സഹതപിക്കുന്നുവെന്ന് മുരളീധരൻ നായർ MN പറയുന്നു. സർക്കാർ സ്ഥാപനങ്ങളൊന്നും സുരക്ഷിതമല്ല എന്നൊക്കെയാണ് ഹരികൃഷ്ണ പറയുന്നത്. അങ്ങനെ സർക്കാർ സ്ഥാപനങ്ങളൊന്നും സുരക്ഷിതമല്ലാത്ത അവസ്ഥയൊന്നുമില്ല. ശ്രീ ഹരേ കൃഷ്ണ, സ്വന്തം പേരല്ല എന്ന് തോന്നുന്നു. സർക്കാർ സ്ഥാപനങ്ങളൊക്കെ അപകടം ഉണ്ടാകുന്ന പോലെ തന്നെ അതിനേക്കാൾ ഏറെയോ അപകടങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങളിലുണ്ട് എന്നുകൂടി താങ്കൾ തിരിച്ചറിയണം. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ഉണ്ടോ എന്ന് അറിയിക്കണമായിരുന്നു. ഫാത്തിമ PP, ഒരു കുഞ്ഞു മരിച്ച സമയത്തിൽ ഫാത്തിമ PPയുടെ സംശയം അങ്ങനെയാണ്. സാധാരണ ഒരു മനുഷ്യരായൊക്കെ ചിന്തിക്കാൻ ശ്രമിക്കുക ശ്രീ ഫാത്തിമ PP. ഷാജി ഭാസ്കരൻ, ഹരേകൃഷ്ണ, വീട് കത്തുമ്പോൾ വാഴ വെട്ടരുത് എന്ന് കൃത്യമായി തന്നെ ഹരേകൃഷ്ണയോട് പറയുന്നു. എന്തായാലും അത് ഷാജി ഭാസ്കറിൻ്റെ ആ കമൻറ്റ് വളരെ അർത്ഥവത്തായ ഒരു കമൻറ്റ് കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും നമുക്ക് ജോർജാണ് ശ്രീ
ജോജി ജോർജാണ്. ശ്രീ ജോജി ജോർജ്, ഇങ്ങനെ ഒരു അപകടം മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് നിസ്സംഗരായി ഇത്ര കാലം തുടരാൻ എങ്ങനെയാണ് ഇവർക്കൊക്കെ കഴിഞ്ഞത്? അത് എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യനെന്ന രീതിയിൽ നമ്മളുടെ അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ കൊടുത്തു, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അത് ഇപ്പൊ സ്കൂൾ തുറന്നിട്ട് ഇപ്പൊ 1 മാസം കഴിഞ്ഞ് എന്റെ കുട്ടികൾ 2 പേര് സ്കൂളിൽ പഠിക്കുന്നത്, അതും ഇവിടുത്തെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നത്, തലയോലപ്പറമ്പ് സ്കൂളിൽ പഠിക്കുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എങ്ങനെ ഈ ലൈൻ ഇത് പണിതിട്ട് മന്ത്രി ഓൾറെഡി ഇപ്പോൾ കേട്ട വാക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത് 15 വർഷമായിരുന്നു. അവരുടെ അഭിപ്രായത്തിനകത്താണ് ഞാൻ പറയുന്നത്. 15 വർഷമായെന്നാണ് അവര് മന്ത്രി പറഞ്ഞതാ ഈ സൈക്കിൾ ഷെഡ് പണിതിട്ട്. അപ്പൊ ഇതിനെതിരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പാടില്ലാത്തതായിരുന്നു. അതായിരുന്നു എന്റെ ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഈ ഫിറ്റ്നസ് ഒക്കെ പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർ ഒരിക്കൽ പോലും ഇത് കണ്ടില്ലേ? ഇങ്ങനെ ഒരു 15 വർഷമായെന്ന് ശരിയാണോ എന്ന് നമുക്കറിയില്ല. ഇതെല്ലാം പലരും പറയുന്ന വെരിഫൈ ചെയ്തിട്ടില്ല നമ്മളിപ്പോഴും. അതൊരു അന്വേഷണ റിപ്പോർട്ടും വന്നില്ല. അങ്ങനെ 15 വർഷം വേണ്ട, 1 വർഷമായിക്കോട്ടെ. ആ 1 വർഷമായെങ്കിൽ ആ എല്ലാ കൊല്ലവും ഫിറ്റ്നസിൻ്റെ ഒക്കെ പരിശോധനയൊക്കെ ഉണ്ടല്ലോ. അവർ ആ 1 കൊല്ലത്തിനിടയിൽ നടന്നതാണെങ്കിൽ പോലും അത് കണ്ടില്ല എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ശിവദാസനാണ് ബാലരാമപുരത്തുനിന്ന്. ശ്രീ ശിവദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? നമസ്കാരമുണ്ട്. നമസ്കാരം. വലിയ അതിനോട് തന്നെ പറയാം. കാരണം ഇതിന്റെ ഉത്തരവാദി ആരെന്ന് കേട്ടാൽ മാനേജ്മെന്റും PTയും അവിടുത്തെ ടീച്ചർമാരാണ്. കാരണം ഈ ഷെഡ് പണിയ സമയത്ത് ആ കമ്പിയില് കറണ്ട് തട്ടി ഷോക്കടി സംഭവം അന്ന് അവിടുത്തെ അധികാരികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവര് എന്നിട്ട് ഇത്രയും വർഷമായിട്ട് അതൊരു മാറ്റിയില്ല. കൊച്ചുകുട്ടികൾ, അവർക്ക് കളിപ്രായമാണ്. അവർക്ക് വീട് കഴിഞ്ഞാൽ മനസമാധാനം കിട്ടുന്ന സ്കൂളിലാണ്, അവരെ ജീവ സ്കൂളിലാണ്. ആ പിഞ്ചു കുഞ്ഞ് രാവിലെ വന്നു. അപ്പൊ എന്ത് കഴിച്ചോ, ആഹാരം കഴിച്ചോ, അമ്മ അച്ഛൻ എന്ത് പറഞ്ഞോ, അന്നാ എന്റെ പൊന്നു മോൻ കണ്ട രംഗം കണ്ടപ്പോൾ സഹിക്കാൻ വയ്യ. ഇതിന് എന്ത് നടപടി നമ്മുടെ ഗവൺമെന്റ് സ്വീകരിക്കും? ഇന്ന് കുറച്ച് ദിവസത്തേക്ക് കുറെ സ്കൂളുകളിൽ ചെക്കിംഗ് ആയിരിക്കും. ഞാൻ PTA പ്രസിഡന്റായിരുന്ന സ്കൂളിലുണ്ടായിരുന്നു. അന്ന് ഞാൻ രാവിലെ ചെന്ന് ഒരു മരമോ ഒരു കാക്ക വേസ്റ്റ് ഇട്ടാൽ പോലും തുടച്ചു മാറ്റി, ഒരു മരം ഉണ്ടെങ്കിൽ കാറ്റും കാലാവസ്ഥ വെട്ടി മാറ്റി, ഒരു കുട്ടിക്ക് എന്തെങ്കിലും പാലിച്ചുണ്ടെങ്കിൽ അതിനെ നോക്കി ഞാനും മാനേജ് സ്ഥിരം ഉടക്കായിരുന്നു. അവസാനം എനിക്ക് പൊരുത്തപ്പെട്ടു വന്നപ്പോൾ ഞാൻ രാജ്യത്തിൽ തന്നെയാണ്. എനിക്ക് പറ്റിയ പണിയല്ല. അവസാനം ആ ഷെഡ് പൊളിക്കുമെന്ന് ഒടിഞ്ഞു വീഴാറായപ്പോൾ ഞാൻ ബാക്കി കൂടി വെച്ചു. 1 ലക്ഷം രൂപ പിരിച്ച് ബാക്കി 15,000 രൂപ ഞാൻ ടോക്കൺ എടുത്തു. ബാക്കി പിരിച്ച് നേരാക്കി കൊടുത്തേ ആക്കിയിട്ട് ഞാൻ എന്റെ മോൻ 4 വരെ പഠിച്ചു. അവിടെ നിന്നിറങ്ങി 5ാം സ്റ്റാൻഡിലേക്ക് പോയി, രാഷ്ട്രം പോവുകയാണ്. പക്ഷെ ഇതിന്റെ മറുപടി എന്ത് പറയാൻ സാധിക്കും ഇവർക്കൊക്കെ? ഇവരെന്ത് പറയും? അവിടുത്തെ മാനേജ്മെന്റ് ഇല്ല സാറേ, സമയം തരണം, എനിക്ക് സമയം തരണം പ്ലീസ്. പറയാൻ സമയം അവിടെയുള്ള മാനേജ്മെന്റും രക്ഷകർത്താക്കളും കുട്ടികളും നാളെ തിങ്കളാഴ്ച അവിടെ ചെല്ലുമ്പോൾ ആ കൊച്ചിന്റെ ആത്മാവിന്റെ എന്ത് വില പറയും ആ കുഞ്ഞു മക്കളോട്, ബാക്കിയുള്ള മക്കളോട്? ഇത് ഞാൻ ഇനി ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ പറയും. പിന്നീട് കൊച്ചിനെ ആവർത്തിക്കരുതേ, ഇങ്ങനെ വരരുതേ. എന്തിനു സാർ നമ്മൾ PTA പ്രസിഡന്റിനും മന്ത്രിമാരും അവരൊക്കെ അവർ ജോലി ചെയ്യുന്നുണ്ട്. വരുന്ന അച്ഛന്മാരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, അമ്മമാരുണ്ട്, അവിടെ ബസ് ഡ്രൈവർമാരുണ്ട്, അവിടെ PTA അംഗങ്ങളുണ്ട്, പിയൂണുണ്ട്, സാറന്മാരുണ്ട്. ഇവർക്കൊന്നും കാണാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോയി? എന്റെ പൊന്ന് സാറേ, നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു? എന്ത് വില നമുക്ക് ഇവിടെ ഉണ്ട്? എനിക്കെന്താ പറയാ? ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്, മനസ്സിലാവുന്നു. ഏത് കുഞ്ഞുങ്ങളുള്ള അച്ഛനമ്മമാരുടെയും ദുഃഖം തന്നെയാണ് ശ്രീ ശിവദാസനും പങ്കുവച്ചത്. ശ്രീ ഷാജിയാണ് പട്ടാമ്പിയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഇത്ര കാലവും ഇത്തരം ഒരു അപകടത്തിൽ നിന്നുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങളൊക്കെ അവിടെ പഠിച്ചത്? ഇന്ന് മിഥുൻ എന്ന് പറയുന്ന ആ ഒരു 13 വയസ്സുകാരൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്നു ഇത്തരമൊരു അപകടത്തിൽ നിന്ന് ആ സ്ഥലം, സ്കൂൾ മാറാൻ വേണ്ടി. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ വിഷമമുണ്ട് കേൾക്കുമ്പോൾ. സാർ, വേറെ ഒരു കാര്യം, ഞാനിപ്പോ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോ ഇതിനേക്കാൾ വലിയൊരു അപകടം അവിടെ ഉണ്ടാവേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഇലക്ട്രിക് ലൈന് എത്രയോ അടുത്തു കൂടെയാണ്. അതായത് ആ ഷെഡ് ഫിറ്റ്നസ് ഉണ്ടോ, ബാക്കിയുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കുട്ടി മരിച്ചതിൽ നമുക്ക് വളരെ വിഷമമുണ്ട്. അതിന് അടിയിലേക്കാണ് ഇതിന്റെ ഇരുമ്പിന്റെ കാല് നിൽക്കുന്നത്. അതിന്റെ അടിയിൽ കൂടെ എത്ര കുട്ടികൾ നടന്നു പോകുന്നു. എന്തായിരിക്കും അത് ഒന്നിച്ചടിച്ചുണ്ടാവുക? ഇലക്ട്രിക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എല്ലാം അപകടം സംഭവിക്കും. ഒന്ന്.
രണ്ടാമത്തെ, ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ കുറ്റം പറയുക PTA എന്ന് പറഞ്ഞ ഒരു സാധനത്തിനെ മാത്രമാണ്. എനിക്ക് 2 മക്കളുണ്ട്. 2 മക്കളും സ്കൂൾ പഠിക്കുന്ന കുട്ടികളാണ്. ഇപ്പൊ അതാ കോളേജിലേക്കായി. അന്ന് നമ്മളൊക്കെ PTA നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു സ്കൂളിൽ നമുക്ക് കണ്ടാൽ നമ്മുടെ കുട്ടികൾക്ക് അപകടമുള്ള കാര്യങ്ങൾ പ്രതികരിക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാരാണ് നമ്മൾ. ഈ PTA ഒരാൾ പോലും എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? ഇവരാണ് ആദ്യ പ്രതി, അങ്ങനെ പറയാതിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അധ്യാപകര്, ഈ പറഞ്ഞ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ അവിടെ വരുന്നില്ലേ? ഈ സ്കൂൾ വിസിറ്റ് ചെയ്യണ്ടേ? ഇവരൊക്കെ സ്കൂളിൽ വന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളുള്ളപ്പോ അതേപോലെ തന്നെ ഫിറ്റ്നസ് കൊടുത്തു. ഈ ബിൽഡിങ്ങിന് ഫിറ്റ്നസ് കൊടുക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ ബലക്ഷയം മാത്രമല്ല നോക്കേണ്ടത്, ബിൽഡിങ്ങിന് എന്താ പറയാ അപകടകരമായി നിൽക്കുന്ന ഈ ഇലക്ട്രിക് ലൈന് അല്ലെങ്കിൽ ഇതുമായിട്ടുള്ള പോസ്റ്റുകൾ അല്ലെങ്കിൽ അതുമായിട്ടുള്ള മരങ്ങൾ ഇതെല്ലാം വെട്ടി മാറ്റി മാത്രമേ നിങ്ങൾക്ക് ഇത് തരുള്ളൂ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് മഴയും മറ്റും ഉണ്ടാവുന്ന സമയത്ത് ഒരുപാട് അപകടങ്ങൾ ഇനിയും നമുക്ക് പ്രതീക്ഷിക്കണം. ഇപ്പൊ വയനാട്ടിലൊരു കുട്ടി പാമ്പ് കടിച്ചു മരിച്ചു. ഷാജി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, അത്യന്തം ദാരുണമായ വാർത്ത താങ്കൾ അറിഞ്ഞു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ സങ്കടകരം. ഇത് വല്ലാതെ വ്യക്തി വെച്ച ഒരു യുവത്താണ്. കാരണം നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ മരിച്ച കുട്ടീന്റെ അച്ഛൻ്റെ അമ്മേന്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. നമുക്ക് വരെ നമ്മൾ ദുഃഖത്തെ പങ്കുചേരുന്ന നമുക്ക് പറയാം. നമ്മൾ എന്ത് ദുഃഖത്തെ പങ്കുചേരുന്ന കാര്യം? അവരുടെ ജീവിതകാലം മുഴുവനും ഒരു കുട്ടി മരണപ്പെട്ടു കഴിഞ്ഞാല് ഒരു അച്ഛൻ്റെ അമ്മയുടെ ജീവിതം അന്ന് തീർന്നു. ഇവര് എന്ത് പിടിപ്പ്, ഇപ്പോൾ മാനേജ്മെന്റിനെ പിടിപ്പുകളുണ്ട്, ഫിസിക്കൽ വകുപ്പിനെ പിടിപ്പുകളുണ്ട്. നമ്മൾ ആരെപ്പറ്റി ഇനി കുറ്റപ്പെടുത്തി കാര്യമില്ല. പക്ഷേ ഇനിയെങ്കിലും ഇത്തരം ഈ ഓരോ മാസങ്ങൾ ആവർത്തിക്കാതിരിക്കും. അതുപോലെ തന്നെ തക്കതായ രീതിയിൽ ആ ഒരു അച്ഛന്റെ അമ്മേനും ജീവിത അവസാനം തന്നെ നോക്കേണ്ട മോനാ കുട്ടി. അവർ ജീവിത അവസാനം വരെ അവർ ചേർന്ന് നോക്കേണ്ട മോനാ. അപ്പൊ ആ കുട്ടിക്ക് തക്ക ഒരു നഷ്ടപരിഹാരം കോടി ഒന്നും കാര്യമില്ല. നഷ്ടപരിഹാരം നല്ല പറയുന്നത് അത്രയും വേദനയാണ്. അതുകൊണ്ട് നല്ലൊരു സംഖ്യ, ഒരു 50 ലക്ഷം രൂപ സംഖ്യ വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുക. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നമ്മളെ നാട്ടുകാർ ഞാനൊരു 1000 രൂപ പിന്നെ ന്യൂസ് ചാനലിലേക്ക് അത്ര വേദനയുള്ള ഒരു കാര്യം. ഒരു 13 മാസത്തിലെ കുട്ടി, എനക്കൊണ്ട് 12 മാസത്തെ പേരക്കുട്ടി, ഒരു വലിയ സംഘം തോന്നിക്കുമ്പോൾ ഉത്തരവാദിത്തമില്ലായ്മ മാത്രം ഒന്നും പറയാൻ ആരും കുറ്റപ്പെടുത്തിയില്ല. ആ കുട്ടീന്റെ ആയുസ് എന്ത് ചെയ്യാൻ പറ്റും? ശരി ശ്രീദാസൻ. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, യഥാർത്ഥത്തിൽ ഈ കുട്ടി നമ്മുടെ സിസ്റ്റം കെണിവെച്ച് ആ കുട്ടിയെ കൊന്നതാണ് എന്ന് പറയേണ്ടി വരില്ലേ? അത്രത്തോളം അപകടകരമായ ഒരു അവസ്ഥയിലൂടെ നിൽക്കുന്നത് എത്രയോ മനുഷ്യർ, എത്രയോ ഉത്തരവാദിത്തപ്പെട്ട മനുഷ്യർ നേരത്തെ കണ്ടിട്ടുണ്ടാവും. അവരാരും അതിനെ നോക്കി നിസ്സംഗമായി നിന്നതുകൊണ്ടല്ലേ ഇന്ന് ആ കുഞ്ഞിന് അപകടമുണ്ടായത്? നമസ്കാരം. നമസ്കാരം. ഇന്നലെ പറഞ്ഞ ഒരു കാര്യത്തിന്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞിട്ട് ഞാൻ ഇത് പറയാം. അതായത് ഇന്നലത്തെ വിഷയം നമ്മുടെ തെരുവ് നായ്ക്കളായിരുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി, ഞാൻ ഇന്നലത്തെ വിഷയത്തിൽ ഇന്നലെ ഞാൻ ആയിരുന്നില്ല, മനു ആയിരുന്നു. ഞാനത് കൃത്യമായി കേട്ടതുണ്ട്. നമുക്ക് ഈ ദയവേത് ഈ വിഷയത്തിൽ നിൽക്കും, അത് അടുത്ത ദിവസം വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ വിഷയത്തിൽ മാറ്റാൻ തൽക്കാലം നമുക്ക് നിർവാഹമില്ല. ഒരു സെന്റൻസേ പറയുള്ളൂ, അധികം പറയില്ല. അതായത് ഈ തെരുവുനായ്ക്കളെ പിന്നെ ദയാവധത്തിന് വിധേയമാക്കാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞതിന്റെ കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, അക്കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ യുവജന സംഘടനകളൊക്കെ ചേർന്നിട്ട് ഈ തെരുവുനായ്ക്കളെയൊക്കെ ഈ പറഞ്ഞ ഷെൽട്ടറിലാക്കുകയോ വന്ധ്യീകരണം നടത്തുകയോ അല്ലെങ്കിൽ പിന്നെ ഈ വിഷയത്തിൽ പറയൂ ഉദ്ദേശിക്കുന്നത്. ഇനി ഇന്നത്തെ കാര്യം പറയുമ്പോ ആ കുട്ടിയുടെ മരണത്തില് ആ വീട്ടുകാർക്ക് മാത്രമല്ല നമ്മുടെ നാട് മുഴുവൻ ദുഃഖിക്കുകയാണ്. അക്കൂട്ടത്തിൽ ആ ദുഃഖത്തിൽ ഞാനും എന്റെ വീട്ടിലുള്ളവരും കൂടെ പങ്കുചേരുകയാണ്. അത്രയ്ക്കും വിഷമമായി പോയത്. അത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇനി ഇത് അങ്ങനെ പറയുമ്പോ എനിക്ക് എന്റെ വീട്ടിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എന്റെ അനിയന്റെ മോൻ 2012 സ്കൂളിൽ വെച്ചിട്ട് സ്കൂളിന്റെ 1ാം നിലയിൽ നിന്ന് താഴേക്ക് വീണ് അവൻ മരണപ്പെട്ടു. അതീവ ദുഃഖകരമായ കാര്യമായിരുന്നു. ആ ദുഃഖം ഞങ്ങൾ ഇപ്പോഴും പേറുന്ന ആൾക്കാരാണ്. അപ്പം ഇത് മറ്റുള്ളവർക്ക് പറയാൻ കൊടുക്കുമ്പോൾ നമ്മൾ സ്വയം അനുഭവിക്കുന്ന ദുഃഖത്തെ പറ്റി പറയേണ്ടി വരും. ആ മോൻ ഇന്നുണ്ടായിരുന്നെങ്കിൽ അവൻ 27 വയസ്സുണ്ടാകുമായിരുന്നു. സ്കൂളിൽ സംഭവിച്ചതാണ്. അതിനകത്ത് ആരെയും ഞങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ഇവിടെ സംഭവിച്ചത് പല കാര്യങ്ങളും ഒഴിവാക്കാവുന്ന കാര്യങ്ങളായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്. ഒന്നാമത്തെ, ഇലക്ട്രിക് ലൈൻ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ കൂടെ പോകാൻ പാടില്ല. അത് ഭയങ്കര അപകടമാണ്. അതെപ്പോഴേലും ഒന്ന് പൊട്ടി വീണാൽ എന്ത് സംഭവിക്കും? എത്ര പേർക്ക് അപകടം ഉണ്ടാവും? അതിന്റെ കൂടെ അങ്ങനെ പോകുന്ന ലൈനിന്റെ കീഴെ ഒരു ഷെഡ് കൊണ്ടുവച്ചു. അത് അതിനേക്കാൾ വേണ്ടാത്ത പണിയായിപ്പോയി. പിന്നെ ഷെഡും ഈ പറഞ്ഞ ലൈനും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് അരയാൾ പൊക്കം മാത്രമുള്ള ദൂരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ എല്ലാ അപകട സാധ്യതയുള്ളതാണ്. അപ്പൊ ആ സ്കൂളില് അതിന്റെ അധികാരികളുണ്ട്, അതിന്റെ ഹെഡ് മാസ്റ്റർ ഉണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഉണ്ട്, മറ്റുള്ള സാർമാരൊക്കെ ഉണ്ട്. അതിന്റെ അധികാരികളുടെ ഏറ്റവും ടോപ്പിലുള്ള ആളിന്റെ ജോലി ആ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ആ സ്കൂൾ കോമ്പൗണ്ടിലൂടെ നടക്കണം മൊത്തം ആകെ.
ഇത് മാത്രമല്ല, എന്തൊക്കെ കാര്യങ്ങൾ തലേദിവസം കണ്ടതിൽ നിന്നും കുഴപ്പമായിട്ട് അവിടെ കിടക്കുന്നുണ്ട്, അതിൽ എന്തൊക്കെ അപകടം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളാണ്, അതെന്തൊക്കെയാണ് പരിഹരിക്കേണ്ടത് എന്ന് കണക്കാക്കി എല്ലാ ദിവസവും ആ സ്കൂൾ പ്രിൻസിപ്പല് ആ കോമ്പൗണ്ടിൽ ചുറ്റി നടക്കണം. സ്കൂൾ കോമ്പൗണ്ടിലും ക്ലാസ് റൂമിലും എല്ലാം അങ്ങനെ സ്വയം മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങൾ അപ്പം തന്നെ ചെയ്യേണ്ടത് ചെയ്യണം. അല്ലെങ്കിൽ PTA വിളിച്ചുകൂട്ടി ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ പുറത്തു നിന്നുള്ളവരെ കൊണ്ട് ചെയ്യിക്കേണ്ടതാണെങ്കിൽ, അതായത് ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ മറ്റുള്ള ഗവൺമെന്റ് ഓഫീസുകൾ, കളക്ടറേറ്റ്, ഇങ്ങനെയുള്ള ആൾക്കാരെ ബന്ധപ്പെടുത്തി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതും കൂടെ ചെയ്യണം. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഗുരുതരമായ വീഴ്ചയാണ് എല്ലായിടത്തും സംഭവിച്ചിരിക്കുന്നത്. അത് യാതൊരു കാരണവശാലും അനുവദിക്കാൻ പാടുള്ള കാര്യമല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ വിദ്യാധരനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ വിദ്യാധരൻ, അത്യന്തം ഹൃദയഭേദകമായ ഒരു വാർത്തയ്ക്ക് നടുവിലൂടെയാണ് ഞാനും നിങ്ങളും എല്ലാം കടന്നു പോകുന്നത്. എന്താണ് പറയാനുള്ളത്? അതുകൊണ്ടാണ് സാറേ ഞാനിത് ഇപ്പോൾ അറ്റൻഡ് ചെയ്തത്. ആ കുട്ടിയുടെ രക്ഷകർത്താക്കളുടെ ദുഃഖത്തിനോട് നമ്മളും പങ്കുചേരുന്നു. ആ കുട്ടിയുടെ 5 ലക്ഷം രൂപയാണ് ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇനാമ്. പക്ഷെ അത് ആയിരുന്നില്ല അതിന് കൊടുക്കേണ്ടിയിരുന്നത്. അതിന് കൊടുക്കേണ്ടിയിരിക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ വകയിൽ നിന്ന് നല്ലൊരു പാരിതോഷികം ആ കുട്ടിയുടെ കുടുംബത്തിന് കൊടുക്കണം. 5 ലക്ഷം രൂപ കൊണ്ട് ഒരു കുട്ടി അതിനെ വളർത്തി വലുതാക്കുന്നതിന്റെ കൂടെ തന്നെ ആ 5 ലക്ഷം രൂപ എന്താവും? ഒന്നും ആവില്ല. ആ കുട്ടിയിൽ നിന്ന് ആ കുട്ടിയാണ് അവർക്ക് ആവശ്യം. ഇന്നിപ്പോ അത് കഴിയില്ല. അപ്പൊ പിന്നെ 5 ലക്ഷം രൂപ എന്തിനാവും? നമുക്ക് വളരെ വേദന ഉണ്ടാകുന്ന ഒരു സംഭവമാണത്. ആ സ്കൂളിൽ ഒരു PTA ഉണ്ട്. ആ PTA ജോലി എന്താണ്? സ്കൂള് PTA അവരുടെ വിഷയമാണ് പ്രധാനം. സാധാരണ എല്ലാ സ്കൂളിലും PTA കൂടുമ്പോൾ ക്ലാസ് റൂം, സ്കൂളിന്റെ പരിസരം, സ്കൂളിന്റെ കാമ്പൗണ്ട് ഇതെല്ലാം വൃത്തിയാക്കുന്നതാണ് PTA ചുമതല. ആ PTA ആണ് നമ്മൾ ആദ്യം ഇതിന്റെ രംഗത്ത് നിർത്തേണ്ടത്. രണ്ടാമത് സ്കൂളിന്റെ മാനേജർ, ആ സ്കൂളിന്റെ HM മുതലായ ഉദ്യോഗസ്ഥര്, പിന്നെ മുകളിലോട്ട് വരുന്ന ഉദ്യോഗസ്ഥര്, ഇവർക്ക് എല്ലാവർക്കും അതിന് ഉത്തരവാദിത്വമുണ്ട്. ആ വാർഡ് മെമ്പർ എന്ന് പറഞ്ഞാൽ വാർഡിന്റെ മാത്രം ചുമതല ഏൽക്കുമ്പോൾ അതിന്റെ സ്കൂളിന്റെ ഒരു പൊതു സ്കൂളാണ്. ആ സ്കൂളിന്റെ കാര്യവും കൂടി ഈ മെമ്പർ പരിശോധിക്കണമായിരുന്നു. നമ്മുടെ കുട്ടിയാണ് ആ സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ ദുഃഖം ഉണ്ടായിരുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, എത്രയോ കാലമായി ഈ വൈദ്യുതി ലൈൻ ആ സ്കൂളിൻ്റെ ഷെഡിൻ്റെ തൊട്ടുമുകളിലൂടെ പോകുന്നു. ആളുകളൊക്കെ ചോദിച്ചതുപോലെ എന്തെങ്കിലും അത് പൊട്ടി താഴെ വീണിരുന്നെങ്കിൽ, കുട്ടികൾ കളിക്കുന്ന സമയത്ത് വല്ലതും താഴെ വീണിരുന്നെങ്കിൽ ഈ അപകടം എത്രയോ വലുതാകുമായിരുന്നു. ഇതിപ്പോൾ ഒരു കുട്ടി എന്നുള്ളത് ചിലപ്പോൾ അനേകം കുട്ടികളിലേക്കൊക്കെ നീണ്ടുപോകാൻ സാധ്യതയുള്ളതായിരുന്നു. ഇത്ര അപകടകരമായ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടും ഇതിൽ പ്രതികരിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ആരും പ്രതികരിച്ചില്ല, നടപടിയെടുത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവരെയൊക്കെ പറയേണ്ടത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. ആദ്യം തന്നെ നമ്മൾ ആ കുട്ടിയുടെ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തിട്ട്, അതുപോലെ തന്നെ സ്കൂളിലെ PTA കമ്മിറ്റിയെ ശരിക്കും പറഞ്ഞ ചോദ്യം ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതിന് നടപടി എടുത്തിട്ടില്ലെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി എടുക്കണം. അല്ലാതെ ഇപ്പൊ ഒരു കുട്ടി മരിച്ചു, 5 ലക്ഷം രൂപ കൊടുത്തു, അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല. കാരണം ആ കുടുംബത്തിലെ കുട്ടി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഊഹിക്കാവുന്ന ഒരു വിഷയമാണ്. ഇപ്പൊ അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ എൻ്റെ വീട് അടാട്ട് പഞ്ചായത്തിലാണ്, അത് 18ാം വാർഡിലാണ്. ഇപ്പോൾ ദയനീയമായിട്ട് മദിരാശി എന്നൊരു മരം താങ്കൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരാൾ വട്ടം പിടിച്ചാൽ എത്താത്ത മരമാണ്. പല പ്രാവശ്യം വാർഡ് മെമ്പറോട് പരാതി പറഞ്ഞു. വാർഡ് മെമ്പർ അത് പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് പറഞ്ഞു. ഈ മദിരാശിയുടെ അടിയിൽ കൂടി പോകുന്ന ഹെവി ലൈനാണ്. ഈ മരം എത്ര താഴ്ചയിൽ നിൽക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാം. പഞ്ചായത്തിലെ പ്രസിഡന്റോട് ആവർത്തിച്ചു പറഞ്ഞു. ഇനി അതൊരു അപകടം വന്ന് എന്ത് സംഭവിക്കുമോ ശേഷം കാണേണ്ട കാര്യമാണ്. അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് ശരിക്കു പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിക്കെതിരെ ശക്തമായ നടപടി. ആരാണ് അതിന്റെ ചാർജ്, ആരാണ് സെക്ഷൻ നോക്കേണ്ടത്, അത് നോക്കിയില്ല, അവിടെ അപാകത വരുത്തിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി. അതുപോലെ PTA എന്ന് പറഞ്ഞൊരു കമ്മിറ്റി ഉണ്ടെങ്കിൽ അതിലെ ആ സ്ഥാനത്തിലെ അതിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന ആരും ആവട്ടെ, അവർ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുക. മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ശക്തമായ നടപടി തന്നെയാണ് ഉണ്ടാവേണ്ടത്. ശ്രീ രാജനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ രാജൻ, താങ്കൾ എങ്ങനെയാണ് ഇത്തരമൊരു ദാരുണമായ സംഭവത്തോട് പ്രതികരിക്കുന്നത്? ശ്രീ രാജൻ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. രാജൻ്റെ ടെലിഫോൺ മുതൽ ചില തടസ്സങ്ങളുണ്ട്. ശ്രീ സിദ്ദിഖാണ് തൃശ്ശൂരിൽ നിന്നാണ്. ശ്രീ സിദ്ദിഖ്, താങ്കൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? ഈ ലൈൻ പോസ്റ്റിന്റെ അടി വളരെ ലാഘവത്തോടെ കൂടി ഒരു ഷെഡ് അവിടെ പണിതിട്ടുണ്ട്.
അത് 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 സ്കൂൾ അധികാരികളാണ് അതിന്റെ പിന്നിൽ കളിച്ചിട്ടുള്ളത്. അത് അവർക്കെതിരെ കേസെടുക്കണം. അതിന്റെ നഷ്ടപരിഹാരം അവരിൽ നിന്ന് തന്നെ കിട്ടണം. എന്ത് നഷ്ടപരിഹാരം വന്നാലും ഗവൺമെന്റ് നാട്ടുകാരെ നികുതിപ്പണം എടുത്ത് ചെലവഴിക്കുക. അത് ആ സമീപനം മാറ്റി ഇത് അതിന് ഉത്തരവാദികളായ തന്നെ ഈടാക്കുക. അപ്പോഴാണ് അവർക്ക് അതിനെ പറ്റിയിട്ട് ഒരു ഗൗരവം വരുള്ളൂ. നാളെ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കാതിരിക്കണമെങ്കിൽ നാളെ നമ്മൾ എത്ര നഷ്ടപരിഹാരം കൊടുത്തൊന്നും ഒരു കാര്യമില്ല. അവർക്ക് അവരെ മകൻ നഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ എത്ര നഷ്ടപരിഹാരം കൊടുത്തിട്ടും അത് തീരാവുന്നതല്ല. അപ്പോ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി എന്ന നിലയ്ക്ക് ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ഫാദർ സാമുവലാണ് കോഴിക്കോട് നിന്നും ചേരുന്നത്. ഒട്ടേറെ ജീവിത പരിചയമുള്ള ഒരാൾ കൂടിയാണ് ഫാദർ സാമുവൽ. താങ്കൾ എങ്ങനെയാണ് ഇത് ഇവിടെ വരുന്ന രക്ഷകർത്താക്കൾ, അധ്യാപകർ, സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, പഞ്ചായത്ത് പ്രതിനിധികളുണ്ടെങ്കിൽ അവർ, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രതിനിധികൾ, വൈദ്യുതി വകുപ്പിൻ്റെ പ്രതിനിധികൾ, ഇവരൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ അപകടകരമായ രീതിയിലേക്ക് ഈ വൈദ്യുതി ലൈൻ പോകുന്നത്. കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്, എന്നിട്ട് അവർക്കാർക്കും തോന്നിയില്ല ഇതൊന്ന് മാറ്റിക്കെട്ടിക്കണം എന്നുള്ളത്. എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സാർ. ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് വിദ്യാർത്ഥിയുടെ കുടുംബത്തോടുള്ള എൻ്റെ ദുഃഖം ഞാൻ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇത് സാറ് പറഞ്ഞ പോലെ തന്നെ ഉത്തരവാദികൾ പലരാണ്, ഒരാൾ മാത്രമൊന്നല്ല, എത്രയോ പേരിൽ ഉത്തരവാദികളാണ്. അവരുടെ അശ്രദ്ധ ഇതിൽ വളരെ ഏറെ ഉണ്ട്. ഇനി ഭാവിയിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ തക്കവണ്ണം എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം. KSEB ആയാലും അധ്യാപക സംഘടനകളായാലും സ്കൂൾ മാനേജ്മെന്റ് ആയാലും PTA ആയാലും പഞ്ചായത്താണെങ്കിൽ അവര് എല്ലാവരും ഇതിന് ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുകയുള്ളൂ. ഇത് വളരെ വേദനാജനകമായൊരു സംഭവമാണ്. ഇത് ആവർത്തിക്കാതിരിക്കാൻ വളരെയേറെ ശ്രദ്ധ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ആവശ്യമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ഫാദർ സാമുവൽ. ചങ്ങനാശ്ശേരിയിൽ നിന്നും അജയകുമാറാണ്. ശ്രീ അജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ ജയകുമാറാണ് കട്ടാക്കടയിൽ നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾ പറഞ്ഞോളൂ. ജയകുമാറിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നതിനിടയിൽ നമുക്ക് ഒന്ന് രണ്ട് യൂട്യൂബിലെ കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ, അല്ലാത്ത കമൻറ്റുകൾ ഒഴിവാക്കിയാണ് വായിക്കുന്നത്. ഈ നമസ്കാരം പറയുന്നതൊക്കെ തൽക്കാലം ഇന്നത്തെ ദിവസം പുറകിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒന്ന് മാറ്റും. അവരുടെ ബന്ധുക്കൾക്ക് ഇത് കാണുമ്പോൾ താങ്ങാൻ കഴിയില്ല എന്ന് ഗോളാന്തര യാത്ര പറയുന്നു. അത് നമ്മൾ ഇത്തരം ദൃശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ അപകടകരമായ സ്ഥലം ബ്ലർ ചെയ്ത് തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ആളുകൾ ഈ അപകടത്തെക്കുറിച്ച് തിരിച്ചറിയാൻ വേണ്ടി കാണിക്കേണ്ടി വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. KSEB ലൈൻ്റെ കീഴിൽ ഇങ്ങനെ ഒരു ഷെഡ് പണിതിട്ടും കണ്ടില്ലെന്ന് അടിച്ച KSEBയും തുല്യ തെറ്റുകാരാണെന്ന് സുനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈടെക് സ്കൂളുകളാണെന്നാണ് നമ്മുടെ സർക്കാരിൻ്റെ വാദം എന്നൊക്കെ പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉത്തരവാദി മാനേജ്മെൻറ്റ് KSEB ആണ്, ഇവർക്കെതിരെ കേസെടുക്കണമെന്ന് ജേക്കബ് എബ്രഹാം പറയുന്നു. തീർച്ചയായും ഇത്തരം ആളുകൾക്കെതിരെ നടപടി എടുക്കുക തന്നെയാണ് വേണ്ടത്. അത്തരം നടപടി ഉണ്ടാവണം. ശിവൻകുട്ടി CR പറയുന്നു, ഈ കുട്ടിയുടെ മരണത്തിന് സ്കൂൾ അധികൃതരും എല്ലാ വകുപ്പുകളും ഉത്തരവാദികളാണ്. പരസ്പരം കുറ്റം പറയാതെ ഇനി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണം. അങ്ങനെയല്ല ശിവൻകുട്ടി വേണ്ടത്. കുറ്റം പറയേണ്ട സമയത്ത് കുറ്റം പറയുകയും കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുകയും വേണം. അല്ലാതെ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് ഇനി ഞങ്ങളെല്ലാം അങ്ങ് സംരക്ഷിച്ചോളാം എന്ന് ആരും പറഞ്ഞു പോവുകയല്ല വേണ്ടത്. അങ്ങനെയാണെങ്കിൽ എല്ലാ അധികൃതരും ഇങ്ങനെയൊക്കെ കഴിഞ്ഞു, ഇനി സംരക്ഷിച്ചോളാം, മരിച്ചവർ മരിക്കട്ടെ, അങ്ങനെയല്ലല്ലോ. ഈ കുഞ്ഞിന് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഒക്കെ പോലെ അവകാശം ഉണ്ടായിരുന്നൊരു കുഞ്ഞല്ലേ. ആ കുഞ്ഞ് ഭാവിയിലൊക്കെ ജീവിച്ച് ആ കുഞ്ഞിൻ്റെ കുടുംബവുമൊക്കെ അതും ജീവിക്കേണ്ടതല്ലേ. അതിന് ജീവിക്കാനുള്ള അവകാശത്തെ നമ്മുടെ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ അധികൃതരല്ലേ അത് ഇല്ലാതാക്കിയത്. അങ്ങനെയുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുക തന്നെയാണ് വേണ്ടത്. ശക്തമായ നടപടി തന്നെ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇനിയും മറ്റുള്ളവർക്ക് അത് ഒരു പാഠമായിരിക്കുക തന്നെയുള്ളൂ. എന്തായാലും നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു 8ാം ക്ലാസ്സുകാരനാണ് ഇന്ന് ഒരു സ്കൂളിൻ്റെ തൊട്ട് ചേർന്നുള്ള ഷെഡിന് മുകളിൽ കയറി അവിടുത്തെ വൈദ്യുതി ലൈനിൽ തട്ടി ഷോക്കേറ്റ് ദാരുണമായി കൊല്ലപ്പെട്ടത്. എത്രയോ കാലമായി ആ സ്കൂളിൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ലൈൻ കിടന്ന് കണ്ടിട്ട് സ്കൂളിലെ അധ്യാപകരോ രക്ഷകർത്താക്കളോ PTA നാട്ടുകാരോ
എന്തിന് ബന്ധപ്പെട്ട വൈദ്യവകുപ്പിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരോ ഫിറ്റ്നസ് നൽകിയവരോ ആരും അത് പരിശോധിച്ചില്ല. അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ഒരു കുരുന്ന കുഞ്ഞിന്റെ ജീവനാണ് അതിദാരുണമായ രീതിയിൽ പൊലിഞ്ഞു പോയിട്ടുള്ളത്. ഇതിൽ കുറ്റവാളികൾ 1, 2, 3 വിദ്യാഭ്യാസ വകുപ്പിന് അവർ കുറ്റവാളികളാണ്. വൈദ്യുതി ബോർഡ് കുറ്റവാളികളാണ്. സ്കൂൾ മാനേജ്മെന്റ് കുറ്റവാളികളാണ്. പ്രധാന അധ്യാപകൻ കുറ്റവാളിയാണ്. അധ്യാപകർ കുറ്റവാളികളാണ്. തീർത്തും നമുക്ക് വളരെ മനസ്സിലാക്കാൻ സാധിക്കുന്ന യാഥാർത്ഥ്യം, ഒരു ഷെഡ് അനധികൃതമായി നിർമ്മിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ വേണമല്ലോ. അത് നൽകാതെ അങ്ങനെ ഒന്ന് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അത് പൊടിച്ച് നീട്ടിക്കൊടുക്കേണ്ട ബാധ്യത ആ വിദ്യാഭ്യാസ വകുപ്പിനുണ്ടല്ലോ. ആ ഷെഡിന് മുകളിലൂടെ കുഞ്ഞുങ്ങൾക്ക് പോലും കയ്യെത്താൻ ദൂരത്ത് ഒരു വൈദ്യുതി കമ്പി പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം വൈദ്യുതി ബോർഡിനാണ്. അതേപോലെ അതിന്റെ വേണ്ട വിധത്തിൽ അതിന് ശ്രദ്ധ കൊണ്ടുവരേണ്ടത് അവിടെയുള്ള മാനേജ്മെന്റാണ്, പ്രധാന അധ്യാപകരാണ്. ഇതൊക്കെ ഇവരെ കണ്ടു നിന്നിട്ടും ഇത്രയും വലിയൊരു അപകടം വരുമെന്ന് അവർ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായും അവരൊക്കെ കുറ്റവാളികളാണ്. ഇവരൊക്കെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ വേണം. ഈ ഒരു കുരുന്നിന്റെ ഈ അപകടകരമായ ഈ ഒരു വല്ലാത്ത ഒരു നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത വല്ലാത്ത ദുഃഖം മനസ്സിലുണ്ട്. നമ്മളെല്ലാം രക്ഷിതാക്കളാണ്. നമ്മൾ എന്തൊക്കെ പ്രതീക്ഷ വെച്ച് പുലർത്തിക്കൊണ്ടാണ് നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ പ്രതീക്ഷക്കനുസരിച്ച് നമ്മളെ കുട്ടികൾ വളർന്ന് കാണുവാനുള്ള നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അതാണ്. അങ്ങനെയുള്ളൊരു കുഞ്ഞാണ് ചേതനയേറ്റ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആ കുഞ്ഞിന്റെ രക്ഷിതാവാണെന്നുള്ള രീതിയിൽ ഈ വിഷയത്തെ കാണുകയും എല്ലാവരും ഇതിന് പ്രതിഷേധമല്ല വേണ്ടത്, എല്ലാ രീതിയിലുള്ള പ്രതിഷേധവും അലയടിച്ചുകൊണ്ട് ഇതിന് കുറ്റവാളികൾ ആരാണോ ആ കുറ്റവാളികളൊക്കെ നിയമത്തിൽ കൊണ്ടുവരികയും അവർ മാപ്പ് പറഞ്ഞാൽ പോരാ, അതല്ലെങ്കിൽ നക്കാപ്പിച്ച് കൊടുത്ത് അതിന് പൈസ കൊടുത്ത് ഒഴിവാക്കുകയല്ല വേണ്ടത്. ഞാൻ 5 ലക്ഷം കൊടുക്കാമെന്ന് പറയുകയല്ല വേണ്ടത്, മറിച്ച് ഇതിന് പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. മറ്റൊരു വിദ്യാലയത്തിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. മേലിൽ ഒരിടത്തും ഇങ്ങനെ ഒരു അപകടം വന്ന് ഒരു കുഞ്ഞു പൊലിഞ്ഞു പോകാനും പാടില്ല. ആ രീതിയിലാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. വളരെ വ്യക്തമാണ് ശ്രീ റഷീദ്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ശ്രീ പ്രസാദാണ് പള്ളിത്തോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രസാദ്, ഒരു കുഞ്ഞിൻ്റെ ജീവൻ പൊലിയുന്നത് വരെ ഈ സിസ്റ്റത്തിൻ്റെ അനാസ്ഥ അങ്ങനെ തുടർന്നു. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഞാനും ഈ പ്രായമുള്ള ഒരു കുട്ടിയുടെ പിതാവാണ്. കാരണം ഇങ്ങനെ ഒരു സംഭവം ഒന്ന് സ്കൂളിന്റെ മാനേജ്മെന്റിന്റെ അനാസ്ഥയാണ്. കാരണം ഇങ്ങനെ ഈ സ്കൂളിന്റെ ഫ്രണ്ടിലൂടെ ലൈൻ പോയേക്കുന്നത് കണ്ടിട്ട് അവിടെ താൽക്കാലികമായിട്ടോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടോ ഒരു ഷെഡ് സ്ഥാപിക്കുവാൻ മാനേജ്മെന്റ് എടുത്ത മുൻകൈ അത് മാനേജ്മെന്റ് തീർത്തും ഉള്ള ഒരു അനാസ്ഥയാണ്. അതിനോടൊപ്പം തന്നെ ഈ ലൈൻ കമ്പിയുടെ താഴത്ത് ഇങ്ങനെ ഒരു ഷെഡ് പണിയുവാനും അനുമതി നൽകിയ KSEBയുടെ അനാസ്ഥ അത് വളരെ നമുക്ക് ദുഃഖകരമാണ്. കാരണം ഈ 10-13 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ ഈ പ്രായത്തിൽ വളർത്തിക്കൊണ്ടുവന്ന് അനാവശ്യമല്ല അങ്ങനെ അനാദരമായ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ ആ നാടിന് തന്നെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കടം നമ്മളുടെ മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കുകയല്ല വേണ്ടത്. ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു സ്ഥാപനങ്ങളുടെ മുന്നിലൂടെ ലൈനായിട്ടോ മറ്റു കാര്യങ്ങളോ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള സാങ്കേതികമായ നല്ല രീതിയിലുള്ള ശരി ശ്രീ പ്രസാദ്, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ ലൈൻ തന്നെ ഇനി അടിയന്തര ഘട്ടത്തിൽ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ലൈൻ തന്നെ കവർ ചെയ്ത ലൈനുകളുണ്ട്, ഇൻസുലേറ്റഡ് ലൈനുകളൊക്കെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ളതാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഇങ്ങനെയുള്ളൊരു വൈദ്യുതി കമ്പി പോയാൽ ഏത് നിമിഷവും ഒരു ആ കുഞ്ഞിൻ്റെ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അതൊന്ന് എത്തിത്തൊടുക പോലുമല്ല, അതിൻ്റെ പുറത്തേക്ക് വീണു പോവുകയാണ്. അത്രത്തോളം താഴ്ചയിലായിരുന്നു. ഈ കമ്പി അല്പം കൂടി താഴ്ന്നിരുന്നെങ്കിൽ വന്ന് ഷെഡിൻ്റെ മുകളിൽ തട്ടിയിരുന്നെങ്കിൽ, ആ ഇരുമ്പ് ഷെഡിൻ്റെ മുകളിൽ തട്ടിയിരുന്നെങ്കിൽ ഇതിൽ കൂടുതൽ കുട്ടികൾ മരിക്കുന്ന അവസ്ഥയും അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായേനെ. അങ്ങനെ ഒരു വലിയ ദുരന്തത്തിൻ്റെ വക്കിലാണ് ആ സ്കൂൾ ഇത്ര കാലവും നിന്നത്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കിരൺ, എനിക്ക് ഇതിന്റെ ഒപ്പം പറയാൻ, എന്റെ പേരമകന് ഇതേപോലെ 4 വർഷം മുമ്പ് ഒരു അപകടം ഉണ്ടായി. സ്കൂളിൽ, വലിയ സ്കൂൾ, ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളാണത്. അവിടെ നനഞ്ഞ ചുമര്, സ്കൂളിന്റെ ചുമര്, അതിലവൻ തൊട്ടതാണ്. അടിച്ച് 6 അടി ദൂരം തെറിച്ചുപോയി, ബോധക്ഷയായി.
എന്നിട്ട് പക്ഷേ എന്തോ ദൈവാധീന ഗ്രൗണ്ടിൽ വീണ കാരണം, മണ്ണിൽ വീണ കാരണം അതിന് ഒരു വേറെ പരിക്കൊന്നും പറ്റിയില്ല. ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടു. പിന്നെ കേസ് അതിനൊന്നുമില്ല, അതങ്ങനെ അവസാനിപ്പിച്ചു. അവർക്ക് ശരിയാക്കി എന്നാണ് തോന്നുന്നത്. ഇപ്പൊ അവൻ +1 പഠിക്കുക, ഇവിടെ ഇല്ല, കോങ്ങാടുന്നു. അപ്പൊ ഇതിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിന് ഇതിന്റെ ഇതുണ്ട് എല്ലാവർക്കും. ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു, അത് അതുകാരം ഞാൻ പറയുന്നില്ല. പിന്നെ ഈ ലൈൻ 8 കൊല്ലം ഇത്ര അങ്ങനെ നിൽക്കണു. ഈ ലൈൻ എന്ന് പറയുമ്പോൾ ക്രമേണ താന്നു വരും. 8 കൊല്ലം മുന്നിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏതൊരു ഇതില്, 18-ലാണോ വേറെ അറിയില്ല. അത് ഒരുപാട് പൊക്കത്തിലായിരുന്നു. ഇപ്പൊ നോക്കുമ്പോൾ താന്ന് ഒരുപാട് അടുത്തായി. പിന്നെ പഞ്ചായത്തിന്റെ പെർമിഷൻ ഈ കാര്യത്തിന് വേണ്ട, ടെമ്പററി ഷെഡാണല്ലോ, അതിന് വേണ്ട. പക്ഷേ ഇലക്ട്രിസിറ്റി ഈ ഇലക്ട്രിക് ലൈനിന്റെ താഴെ എന്ത് പണിയാൻ പാടില്ല എന്നുള്ളതാണ് അതിന്റെ ചട്ടം. അത് റൂൾ എന്തോ സിറ്റിക്ക് കൊണ്ടുവന്ന് തോന്നുന്നത്, അത് പ്രകാരം പാടില്ല. ഇത് വല്ലാത്തൊരു സങ്കടകരമായൊരു കാര്യമായി പോയി എന്തായാലും. ശരി, ശ്രീ ജെയ്സൺ ആണ്, പാലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജെയ്സൺ, ഈ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ്. അത് കണ്ട, ഞാൻ പറയുന്ന അധികൃതർ മാത്രമല്ല, ആ സ്കൂളിൽ വന്ന് കാണുന്ന സാധാരണ മനുഷ്യന് പോലും, ഈ രക്ഷാകർത്താക്കൾ പോലും അവരടക്കം ഇത് കാണുമ്പോൾ ഇങ്ങനെ ഒരു അപകടമുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളടക്കം പഠിക്കുന്ന അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്, ഇതിനെതിരെ ഇത് മാറ്റണം എന്ന തരത്തിലൊരു ഇടപെടൽ, അങ്ങനെ ഒരു ഇടപെടൽ ആരുടെ ഭാഗത്തുനിന്നും ഒരിക്കൽ പോലും ഉണ്ടായില്ല എന്ന് വേണ്ടേ കരുതാൻ? സാർ പറഞ്ഞെന്ന് തന്നെ പറയാം. ഈ PTA എന്ന് പറയുന്നത് യഥാർത്ഥത്തില് ഇപ്പോഴും മാനേജ്മെന്റ് സ്കൂളുകൾ അവർക്ക് ഏറ്റവും അവരോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരെയാണ് എല്ലായിടത്തും ചേർക്കുന്നത്. അതാണ് അതിന് ഉള്ള മറുപടി. അതൊരിക്കലും അവര് സ്റ്റുഡൻസിന് വേണ്ടിയോ പേരൻസിന് വേണ്ടിയോ അല്ല സംസാരിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. പലപ്പോഴും മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ മാനേജറുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ അത് മാനേജർക്ക് വിധേയരായി നിൽക്കുന്ന ആളുകളെയാണ് ബഹുഭൂരിപക്ഷം മാനേജ്മെന്റ് സ്കൂളുകളും PTA-യിലൊക്കെ ഉൾപ്പെടുത്തുന്നത്. അതാണ് അതിന്റെ കാര്യം. പിന്നെ സാറേ, ഈ കുഞ്ഞ് മരിച്ച സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിലെ പോലെ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. കാരണം ഇത് ഈ കേരളത്തിൽ ഉടനീളം ഇത് കാണാം. കുഞ്ഞു മരിച്ചത് വേദനയുണ്ടെങ്കിലും നമ്മുടെ തലയ്ക്ക് മീതെ ഓപ്പണായി ഇലക്ട്രിസിറ്റി പോകുന്ന വളരെ ചുരുക്കം രാജ്യങ്ങളേ ഉള്ളൂ. നമുക്ക് ഈ കേബിളും ഇൻസുലേറ്റഡും ഒക്കെ ഉണ്ടെങ്കിലും അതൊരു യുദ്ധകാലാടിസ്ഥാനത്തിൽ വന്ന ഓരോ പോസ്റ്റിന്റെ താഴെ സ്റ്റേ പോകുന്നതും ഈ സസ്യങ്ങൾ പടർന്നു നിൽക്കുകയാണ്. ഞങ്ങളെ പോലെയുള്ള ബൈക്ക് യാത്രയിൽ പോകുമ്പോൾ രാത്രിയിൽ ഒരു മഴ പെയ്ത് പൊട്ടിക്കിടന്ന് ആള് മരിക്കും. കുഞ്ഞു പോകുന്ന കാണുമ്പോൾ വേദനയുണ്ടെങ്കിലും, അതിയായ വേദനയുണ്ടെങ്കിലും കേരളത്തിൽ എപ്പോൾ വേണേലും സംഭവം, കേരളത്തിൽ നിന്നല്ല നമ്മുടെ രാജ്യം. ഇതിനെയാണ് സിസ്റ്റത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഓപ്പൺ ആയിട്ട് ഈ ഇലക്ട്രിസിറ്റി തലയ്ക്ക് മുകളിൽ പോകുന്നതിന് നമ്മൾ യൂസ്ഡ് ആയതുകൊണ്ടാണ് ഇതിനാണ് പ്രതികരിക്കേണ്ടത്. കേബിൾ എല്ലായിടത്തും യുദ്ധകാലാടിസ്ഥാനത്തിൽ വേണം സർ, പ്ലീസ്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീ ജെയ്സൺ. ശ്രീ ചന്ദ്രൻ നായരാണ്, തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, അത്യന്തം അപകടകരമായ അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല, അത് കണ്ട മനുഷ്യർക്കാർക്കും എന്നല്ലേ പറയേണ്ടത്? സാർ, മിഥുന്റെ കുടുംബത്തിലെ അംഗങ്ങളോട് ആ ദുഃഖത്തിൽ പങ്കുചേരുന്നതിനോടൊപ്പം തന്നെ സാർ, മാനേജറുടെ സംസാരം സാർ ശ്രദ്ധിച്ചിരുന്നു? ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു സാർ. അവരുടെയൊക്കെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചിട്ട് ആ കുഞ്ഞിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ കുഞ്ഞവിടെ പോയി കയറിയത് കാരണം കൊണ്ടാണ് സംഭവിച്ചതെന്ന്. ഏതായാലും സ്കൂൾ അധികാരികളും വൈദ്യുതി ബോർഡും ഇവരെല്ലാം തന്നെയാണ് ഇതിനൊരു ഉത്തരവാദി. പിന്നെ അത് കൂടാതെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന രക്ഷകർത്താക്കളുടെ ഒരു അപേക്ഷയുണ്ട്. അതായത് PTA എന്ന് പറയുമ്പോൾ അവരെന്താ വെച്ചാൽ സ്കൂളിന്റെ പരിസരം, പാമ്പ്, വൈദ്യുതി, ഇങ്ങനെയുള്ള സംഗതികൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ PTA എന്ന് പറയുന്ന ആൾക്കാരും അധ്യാപകരും ഒന്ന് ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷ മാത്രമേ ഇപ്പൊ എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. മാനേജർ ആ തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യന്തം പ്രതിഷേധാർഹമാണ്. സാധാരണ ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നതല്ല. കുഞ്ഞുങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് എല്ലാ മനുഷ്യരും ഈ പ്രായത്തിൽ, അതിന് മുതിർന്ന ആളുകളൊക്കെ ഈ പ്രായം കടന്നു പോയിട്ടുള്ളവരാവും. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങൾ ഇന്ന സ്ഥലത്ത് കയറരുത് അല്ലെങ്കിൽ കയറിയാൽ അപകടമാണ് എന്ന് പറഞ്ഞാൽ അവിടെയെങ്കിലും കയറാതിരിക്കുമെന്നൊന്നും കരുതുന്നത് മണ്ടന്മാർ മാത്രമേ അങ്ങനെ കരുതൂ. കുട്ടികളൊക്കെ സ്വാഭാവികമായും അത്തരം വിലക്കുകളൊക്കെ ലംഘിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരൊക്കെ തന്നെയാണ്. എത്ര രക്ഷകർത്താക്കളും അധ്യാപകരും ഒക്കെ പറഞ്ഞാലും ആ പ്രായത്തിൻ്റെതായ പ്രത്യേകതകൾ കൊണ്ട് അവർ അത്തരം അപകടങ്ങളൊക്കെ ചെന്നുപെടാറുണ്ട്. ആ അപകടം ഉണ്ടായാലും ഉണ്ടാവരുത് എന്നുള്ള മുൻകരുതൽ എടുക്കേണ്ട ധാർമ്മികമായും അല്ലാതെയും എല്ലാം ഉത്തരവാദിത്തമുള്ളത് മുതിർന്ന ആളുകൾക്കാണ്. അല്ലാതെ കുട്ടികളെ കുറ്റം പറയലല്ല ഈ സമയത്ത് വേണ്ടത്. ശ്രീ തങ്കച്ചിയാണ്, വൈപ്പിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ തങ്കച്ചി, അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ്, ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്നതാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, ഹലോ ശ്രീ തങ്കച്ചി പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. നമ്മളെ എന്താ പറയാ, നമ്മുടെ കുട്ടികൾ സ്കൂൾ എന്താ പറയുന്നത്, നമ്മൾ എല്ലാം എല്ലാ സ്കൂളിലും എന്തിനാ നമ്മൾ വിടുന്നത്, നമ്മൾ ക്ലാസ്സിലേക്ക് വിടുന്നത്? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. ശ്രീ ജയകുമാറാണ്, തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ ജയകുമാർ,
താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നമസ്കാരം സാർ. നമസ്കാരം. എന്റെ സംശയം എന്ന് വെച്ചാൽ ഈ ഇടവേള സമയത്താണ് ഒരു പീരീഡ് കഴിഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് അടുത്ത സാറ് വരുന്നതിനിടയ്ക്കാണ് ഇത് സംഭവിച്ചതെന്നാണ് ഏതൊരു ചാനലിൽ ഞാൻ കണ്ടത്. ശരിയാണെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇത് ചെയ്യുന്ന ഒരു ഇടവേളയിൽ സാറ് വരാതിരുന്ന അതിനും അവരല്ലേ കുറ്റക്കാര്? അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശ്രീ ജയകുമാർ? ഒരു ഇടവേളയിൽ വരാതിരുന്ന ഒരു അധ്യാപകൻ അതുകൊണ്ട് അയാൾ കൊണ്ട് മരണം എന്ന് പറയാൻ കഴിയും? അതല്ലല്ലോ. ഇടവേളയാണോ എന്ന് എനിക്കറിയില്ല കൃത്യമായി. ഇനി ഇടവേളയാണെങ്കിൽ പോലും ചിലപ്പോൾ ഒരു അധ്യാപകൻ വരാനൊക്കെ ചിലപ്പോൾ ക്ലാസ്സിൽ പല പല കാരണങ്ങളാൽ താമസിക്കാൻ വഴിയുണ്ട്. അതുകൊണ്ട് ഇടവേളയിൽ അധ്യാപകൻ വരാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായെന്നല്ല. അങ്ങനെ ഒരു ലൈൻ അവിടെ കിടന്നത് കണ്ടിട്ട് അത് മാറ്റാനുള്ള ഉത്തരവാദിത്തം ആ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനായാലും അധ്യാപകർക്കായാലും അവിടുത്തെ PTA-ക്കായാലും വൈദ്യുവകുപ്പിനായാലും പഞ്ചായത്തിനായാലും ആർക്കായാലും ഉണ്ട്. അത് കാണുന്ന ഏത് മനുഷ്യനും അതിൽ ഇടപെടാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണ് കൃത്യമായി. അല്ലെങ്കിൽ പരാതിപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ അവിടെ പ്രതിഷേധം ഉയർത്തേണ്ടതാണ്, മാറ്റണമെന്ന് പറഞ്ഞ തന്നെ. അവിടെയൊക്കെ മിണ്ടാതിരുന്നിട്ട് ഇടവേള വരാതിരുന്ന അധ്യാപകൻ ഇനി എനിക്കറിയില്ല ഇടവേളയിലാണോ എന്ന്. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ ഒരു അധ്യാപകൻ ഏതെങ്കിലും കാരണത്താൽ 10 മിനിറ്റ് താമസിച്ചുകൊണ്ടാണ് ഈ കുട്ടി ഇത് ഉണ്ടായത്, അവിടെ അധ്യാപകൻ താമസിച്ചുകൊണ്ട് അധ്യാപകനാണ് കുറ്റക്കാരൻ എന്നൊക്കെ പറയാൻ കഴിയും? സാറേ ഞാൻ അങ്ങനെ ഒരു വർത്തമാനം ഞാൻ പറഞ്ഞില്ലല്ലോ സാറേ. ഇത്രയും സാറ് സംസാരിച്ചു. അങ്ങനെയല്ല ശ്രീ ജയകുമാർ പറഞ്ഞ ഇടവേളയിൽ വരാതിരുന്നു. നമ്മളൊരു ഒരു കാര്യം പറയുമ്പോൾ അതിന് അങ്ങനെ ഒരു ന്യായം കണ്ടെത്തുന്നത് ശരിയാണോ? ഇല്ലല്ല, ഞാൻ പറയാൻ വന്ന വേറെയാണ്. ഇത് ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഇടവേളയുടെ സമയം ഇത്രയും ഗ്യാപ്പ് വന്നുള്ളതാണ് എന്റെ ഒരു സംശയം. അല്ല അവർ കുറ്റക്കാരെന്ന് ഞാൻ പറഞ്ഞില്ല സാറേ. അങ്ങനെയൊക്കെ ഗ്യാപ്പൊക്കെ വരില്ലേ സ്കൂളിൽ? ചിലപ്പോൾ ഒരു ഇടവേളയിൽ ഉച്ചയ്ക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് 1 മണിക്കൂറുള്ള സമയമില്ലേ? ആ സമയത്തും കുട്ടികൾക്കിടയ്ക്ക് ഗ്യാപ്പൊക്കെ കിട്ടില്ലേ? ചിലപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ എല്ലാ സ്കൂളിലും എല്ലാ ക്ലാസ്സിലും എല്ലാം കൃത്യമായിട്ടൊന്നും അല്ല. ചിലപ്പോൾ ഒരു ക്ലാസ്സിലൊക്കെ അധ്യാപകരില്ലാതൊക്കെ ഇരിക്കും. അതൊക്കെ സാധാരണമായി ലോകത്ത് എവിടെയും മിക്ക സ്കൂളുകളിലും ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇത് ഉച്ചയ്ക്കല്ല സംഭവിച്ചത്, പീരീഡിന്റെ ഇടയ്ക്ക് ആയിക്കോട്ടെ, എപ്പോഴും ആയിക്കോട്ടെ. അങ്ങനെ ഒരു അപകടകരമായ അവസ്ഥയിൽ ലൈൻ ഇട്ടതല്ലേ പ്രശ്നമായത്? ഞാൻ എന്റെ സംശയം ചോദിച്ചതല്ലേ ഈ ഒരു കേസ്. പിന്നെ ഉള്ളത് കൊച്ചിനെ തന്നെയാണ് കുറ്റപ്പെടുത്തി അവിടെ പറയുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് അടച്ചു വെച്ചിരുന്നതിനെ ഇളക്കിയാണ് ആ കൊച്ചു കയറിപ്പോയത്, കുട്ടിയാണ് കുറ്റപ്പെടുത്തുക. മൂന്നാമത്തെ കേസ്, ഈ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇൻസുലേറ്റഡ് വയറോ അല്ലെങ്കിൽ ഇൻസുലേഷനെങ്കിലും ചെയ്യേണ്ടതാണ്. ഇത് KSEBക്കും സ്കൂളിലും എല്ലാവർക്കും ഒരുപോലെ കുറ്റം തന്നെ. ഇടവേളയുടെ കുറ്റമല്ല, സംശയം ചോദിച്ചാണ്. ശരി, ഓക്കെ. താങ്കളുടെ വികാരത്തെ അങ്ങനെ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ല. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പ്രതികരിക്കേണ്ടി വന്നത്. ശ്രീ ഷീബയാണ് കൊല്ലത്തു നിന്നും. ശ്രീമതി ഷീബ, താങ്കൾ എങ്ങനെയാണ് ഈ വേദനാകരമായ വാർത്തയോട് പ്രതികരിക്കുന്നത്? ഹലോ സാർ, ഇത് ആദ്യം നമുക്ക് ഇതിനെ കുറ്റപ്പെടുത്താൻ പറയുന്നത് സ്കൂൾ അധികൃതരെ തന്നെയാണ്. കാര്യം അവിടെ ഒരു പ്രിൻസിപ്പാളുണ്ട്, അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാളുണ്ട്, അല്ലെങ്കിൽ അധ്യാപകരുണ്ട്. എന്തുകൊണ്ട് ഇത്രയും നാൾ ഇത് താഴ്ന്നു കിടക്കുന്ന അവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലയോ? പിന്നെ ഇലക്ട്രിസിറ്റിക്കാരുടെ കുഴപ്പവും ഉണ്ട്. അവരെ നമ്മളൊരു കാര്യം വിളിച്ച് പറയുകയോ പരാതി കൊടുക്കുകയോ ചെയ്താൽ കാലതാമസം വരുത്തുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ വീട്ടിലാണ് ഇങ്ങനെ ഒരു ലൈൻ താണ് കിടന്നെങ്കിൽ രക്ഷകർത്താക്കൾ അത് എങ്ങനെയും അത് മാറ്റും. ഇതൊന്നും മാറ്റിക്കൂടായിരുന്നോ? ഇലക്ട്രിസിറ്റിക്കാരെ കണ്ട് അതിനുള്ള നടപടി സ്വീകരിക്കണമായിരുന്നു. ഇപ്പൊ ആ കുഞ്ഞ് മരിച്ചപ്പോ ഇപ്പൊ മന്ത്രിമാര് എല്ലാവരും പറഞ്ഞ് ഒരു 1-2 ദിവസത്തെ വിഷമം കാണും. അത് കഴിഞ്ഞ് ആ വിഷമം അനുഭവിക്കുന്ന ആ കുഞ്ഞിന്റെ അച്ഛനും അമ്മയായിരിക്കും. അതെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഇപ്പം 2 ദിവസം, ഇപ്പം സാർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. തെരുവ് പട്ടികൾ കടിച്ച് എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചു. 1-2 ദിവസത്തെ വിഷമം, അതിന് പോലും ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ല. പക്ഷെ ഇതുപോലെ തന്നെ സ്കൂൾ കോമ്പൗണ്ടുകളിൽ തെങ്ങ് നിൽക്കുന്ന എത്രയോ സ്കൂളുകളുണ്ട്. ഇതൊന്നും ആരും ശ്രദ്ധിക്കത്തില്ല സാർ. നമുക്ക് നമ്മുടെ ഗവൺമെന്റിനോട് പറയാനേ പറ്റൂ. മന്ത്രിമാർക്കൊന്നും അവർ അന്നേരത്തെ വിഷമേ ഉള്ളൂ. അവർ ശാശ്വത പരിഹാരം ഒന്നിനും കണ്ടെത്തത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കാൻ പേരൻസിന് ചെന്ന് സ്കൂളിൽ ചെന്ന് കയറി നോക്കാൻ പറ്റുമോ? ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവണം. അതിന് ചാനലുകാരെന്തെങ്കിലും ഇതിന് മുൻകൈ എടുത്ത് തീരുമാനം എടുക്കണം. മന്ത്രിമാരെ വ്യക്തമാണ്. നമുക്ക് കഴിയുന്നത് ഇതൊക്കെയാണ്. സർക്കാരിന് മുന്നിൽ ജനങ്ങളുടെ വികാരം കൃത്യമായി അവതരിപ്പിക്കുക, അധികൃതരുടെ മുന്നിൽ അവതരിപ്പിക്കുക, അവരുടെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാവണം. ഇനിയും സമാനമായ രീതിയിൽ കേരളത്തിലെ മറ്റേതെങ്കിലുമൊക്കെ സ്കൂളുകളിൽ ഇങ്ങനെ നിൽപ്പുണ്ടെങ്കിൽ അടിയന്തരമായി തന്നെ അത്തരം തിരുത്തലുകൾ വരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ, അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശ്രീ തങ്കച്ചിയാണ് നേരത്തെ വിളിച്ചിട്ട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. ശ്രീമതി തങ്കച്ചി പറഞ്ഞോളൂ. താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് പറയാമോ? ഹലോ, TV മ്യൂട്ട് ചെയ്യാം ആദ്യം. ഹലോ 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 കേൾക്കാം. ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യൂ. മ്യൂട്ട് ചെയ്ത് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ, നമ്മുടെ വീട്, നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ നമ്മൾ സേഫ് ആക്കി വിടുന്നുണ്ട്? നമ്മുടെ വീട് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മയും പിതൃത്വവും മാതൃത്വവും കഴിഞ്ഞപ്പോൾ നമ്മൾ എവിടെ വരുന്നത്? നമ്മള് അമ്മിഞ്ഞപ്പാലിന്റെ മണം മണക്കാത്ത കുഞ്ഞാണത്.
ഈ ടീച്ചേഴ്സ് ഈ സാരിയും ഉടുത്തും കൊണ്ടും അല്ലാത്ത മറ്റുള്ള എല്ലാ സ്പ്രേയും പൂശി ലിപ്സ്റ്റിക്കും പൂശി വന്നിട്ട് നോക്കിയിട്ട് കാര്യമുണ്ട് അതിനകത്ത്. അതുണ്ട് അതിനകത്ത്. അതിലല്ല നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും സേഫ് ആക്കണം. നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കൂലേ? എന്തുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സൂക്ഷിക്കുന്നത്? അത് കാക്കക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ്. അതറിയോ? ശരിയല്ലേ ഞാൻ പറയുന്നത് നിങ്ങളോട്? ശരി അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾ പറഞ്ഞോളൂ. ശ്രീ കിരൺ, നമ്മൾ ഏതാനും ദിവസം ആദ്യമായിട്ട് ഈ കുഞ്ഞിന്റെ കുടുംബത്തിന് ആ കുഞ്ഞിന്റെ വേർപാട് സഹിക്കാനുള്ള മനക്കരുത്ത് കൊടുക്കട്ടെ. ആ കുഞ്ഞിന്റെ ആത്മാവിന് നിത്യശാന്തി നേരും. രണ്ടാമതായിട്ട് പറയാനുള്ളത്, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സമാനമായ വിഷയമാണ് ചർച്ച ചെയ്ത് കോട്ടയം മെഡിക്കൽ കോളേജിൽ. ആരുടെയെങ്കിലും പേരിൽ നടപടി എടുത്തതായിട്ട് ജേർണലിസ്റ്റ് എന്ന നിലയിൽ താങ്കൾക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിസ്റ്റത്തിന്റെ തകരാറാണ്. ഇനിയും ഈ കുഞ്ഞിന്റെ ദാരുണമായ സംഭവത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ, ഞാൻ വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും, എനിക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. സെൻട്രൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിയമപ്രകാരം ഇന്ത്യയിൽ എല്ലായിടത്തും പാലിക്കേണ്ട നിയമം 2003 ഇലക്ട്രിസിറ്റി ആക്ടും 2010 റെഗുലേഷനുമായിട്ട് ഇറക്കിയിരിക്കുന്ന പ്രകാരം 250 വോൾട്ടേജ് വരെയുള്ള ലൈന് സ്ട്രക്ചറിന്റെ 2.5 മീറ്ററിന്റെ മുകളിൽ കൂടെ ക്ലിയറൻസ് വേണം. 11 kV ശ്രീ അജയകുമാർ, ഞാൻ ഇടപെടുന്നത് സമയം അവസാനിക്കുന്നതുകൊണ്ട് മാത്രമാണ്. താങ്കൾ ഇൻഫോർമേറ്റീവായ ഒരു വിവരം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ്. എന്തായാലും വേദനയിൽ പങ്കുചേർന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. എന്തായാലും ഇത്തരം ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഇനിയും എവിടെയെങ്കിലുമൊക്കെ ഇത്തരം അപകടപരമായ അവസ്ഥയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അടിയന്തരമായ ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുകൂടി പൊതുവേദി പ്രതീക്ഷിക്കുകയാണ്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയമായി.